നമസ്കാരം ന്യൂസ് ആഫ്റ്റർനൂണിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. Where the politics of the BJP, which is spread across the country, is a politics of hatred, of anger, of divisiveness, and of distraction. And the discussion is not about this. Politics is not focused on resolving this. The politics of the BJP is only focused on distracting you from your problem. ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള രാഷ്ട്രീയമാണ് ബിജെപിയുടേതെന്ന് പ്രിയങ്ക ഗാന്ധി. ഉരുൾപൊട്ടൽ ദുരന്തത്തെ ബിജെപി രാഷ്ട്രീയവൽക്കരിച്ചു. ധനസഹായം പോലും വയനാടിന് നൽകാൻ തയ്യാറായില്ല. നരേന്ദ്രമോദി സർക്കാർ ആദിവാസികളെ ദ്രോഹിക്കുന്നു. ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാതെയാണ് ബഫർ സോൺ പ്രഖ്യാപനം നടത്തിയതെന്നും വിമർശനം. കോണിച്ചിറ, പുൽപ്പള്ളി, പാടിച്ചിറ, മുള്ളൻകൊല്ലി പൊതുയോഗത്തിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. മുട്ടിലും വൈത്തിരിയിലും പ്രചരണ പരിപാടികൾ അല്പസമയത്തിനകം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തീയതി നവംബർ 20 മാറ്റി. കൽപ്പാത്തി രഥോത്സവം പ്രമാണിച്ചാണ് തീയതി മാറ്റം. പാലക്കാടിന് പുറമെ വിവിധ സംസ്ഥാനങ്ങളിലെ 14 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മണ്ഡലങ്ങളിലെ നിയമസഭാ തീയതികളിലും മാറ്റം വരുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനമിറക്കി. ഉപതെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. വയനാട്ടിൽ പ്രിയങ്ക 6 ലക്ഷം വോട്ടിന് വിജയിക്കുമെന്നും രമേശ് ചെന്നിത്തല. തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ 13-ാം തീയതിയിലെ കേരള സർവകലാശാലയുടെ പരീക്ഷകൾ മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് KSU. പാലക്കാട്ടെ ബിജെപിയിൽ പൊട്ടിത്തെറി. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇനിയില്ല. അപമാനം നേരിട്ട സ്ഥലത്തേക്ക് വരുന്നില്ലെന്ന് സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഒരു പരിപാടിയിൽ സംഭവിച്ച അപമാനമല്ല, അവഗണനയുടെ നീണ്ട നിര തന്നെയുണ്ട്. അമ്മയുടെ മൃതദേഹത്തിൽ ഒരു റീത്ത് പോലും BJP നേതാക്കൾ വച്ചില്ലെന്നും സന്ദീപ് വാര്യർ. എല്ലാം നോക്കിക്കാണുന്നുവെന്ന് K സുരേന്ദ്രൻ. മുനമ്പം വഖഫ് ഭൂമിയല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. LDF സർക്കാർ ഉണ്ടാക്കിയതാണ് മുനമ്പം പ്രശ്നം. മുനമ്പം വിഷയം ഉപയോഗിച്ച് സംഘപരിവാർ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നെന്നും മുനമ്പം UDF സർക്കാർ ആയിരുന്നെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് അവസാനിപ്പിച്ചേക്കുമെന്നും രമേശ് ചെന്നിത്തല. കേരളത്തിൽ നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് VD സതീശൻ. പദ്ധതി സാമ്പത്തികമായും പാരിസ്ഥിതികമായും കേരളത്തെ തകർക്കും. കേരളയിൽ വരുന്നത് ഏതറ്റം വരെയും പോയി തടയുമെന്നും പ്രതിപക്ഷ നേതാവ്. ആവേശമായി പ്രിയങ്കയും രാഹുലും. കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം വയനാട്ടിൽ തുടരുന്നു. അശാസ്ത്രീയവും അപ്രായോഗികവുമായ ബഫർ സോൺ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് പ്രിയങ്ക ഗാന്ധി. ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള രാഷ്ട്രീയമാണ് ബിജെപിയുടേത്. ഉരുൾപൊട്ടൽ ദുരന്തത്തെ ബിജെപി രാഷ്ട്രീയവൽക്കരിച്ചു. ധനസഹായം പോലും വയനാടിന് നൽകാൻ തയ്യാറായില്ലെന്നും പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെ കോണിച്ചിറയിൽ പൊതുയോഗത്തിൽ പറഞ്ഞു. കേണിച്ചിറയിലെത്തിയ പ്രിയങ്ക ഗാന്ധിയെ 100 കണക്കിന് ആളുകളാണ് വരവേറ്റത്. വയനാട്ടിൽ മെച്ചപ്പെട്ട റോഡുകൾ ഉണ്ടാകേണ്ടതുണ്ട്. മെച്ചപ്പെട്ട ഭക്ഷ്യ സംസ്കരണ സംവിധാനങ്ങളും സംഭരണ കേന്ദ്രങ്ങളും ഉണ്ടെങ്കിൽ ജനങ്ങൾക്ക് അതുവഴി നല്ല വരുമാനം ലഭിക്കും. വന്യജീവി ആക്രമണങ്ങൾ മൂലം ക്ഷീര കർഷകർക്ക് അവരുടെ കാലികളി നഷ്ടപ്പെടുകയാണ്. കർഷകരുടെ വിളകൾ നശിപ്പിക്കപ്പെടുന്നതായി പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. യാതൊരു ചർച്ചകളും നടത്താതെ ഒരു ദിവസം ജനവാസ മേഖലകളെ ബഫർ സോണായി പ്രഖ്യാപിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും അശാസ്ത്രീയവും അപ്രായോഗികവുമായ ബഫർ സോൺ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്നും വയനാട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടു. On top of this, recently when they have declared buffer zones, many settlements have gone into those buffer zones without consultation. So all of a sudden, those villages which are coming into the buffer zone have new rules applying to them. I know that the women sanitation workers over here have been demanding insurance and job security for a long time. I hope to be able to voice their demand for them and to put pressure on the governments to give them what they are asking for. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് 6 മാസമായി. വയനാടിന്റെ ആത്മാവ് ആദിവാസി സമൂഹമാണ്. എന്നാൽ അവരുടെ അവകാശങ്ങൾ ഓരോ ദിവസം കഴിയുന്തോറും കേന്ദ്ര സർക്കാർ എടുത്തുമാറ്റുകയാണ്. ആദിവാസികളുടെ ഭൂമികൾ കോർപ്പറേറ്റുകൾക്ക് പതിച്ചു നൽകി. മെഡിക്കൽ കോളേജ് എന്ന ബോർഡ് മാത്രമാണ് വയനാട്ടിലുള്ളത്. രാത്രി യാത്രാ നിരോധനം മൂലം ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. മെഡിക്കൽ കോളേജിനും ആരോഗ്യ വിദ്യാഭ്യാസ സംവിധാനങ്ങൾക്കും വേണ്ടി വയനാട്ടുകാർ യാചിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തി തൊഴിലുകൾ സൃഷ്ടിക്കുന്നതിന് പകരം കേന്ദ്ര സർക്കാർ കാർഷിക മേഖലയെ അവഗണിക്കുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർക്കുന്നു. രാജ്യത്തെ യഥാർത്ഥ പ്രശ്നങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. രാജ്യത്ത് തൊഴിലില്ലായ്മ നിരക്കും വിലക്കയറ്റവും ഏറ്റവും ഉയരത്തിലെത്തി. വയനാട് ദുരന്തത്തിൽ ഇതുവരെ നഷ്ടപരിഹാരം നൽകിയിട്ടില്ലെന്നും മഹാദുരന്തത്തെ പോലും രാഷ്ട്രീയവൽക്കരിച്ചെന്നും പ്രിയങ്ക ഗാന്ധി കുറ്റപ്പെടുത്തി. The real issues of the people are not discussed. Real problems are not resolved. Unemployment, as I said, is at a high. Prices are rising without any sort of idea that they might actually stop at some point. They just continue to rise. As I said, basic services are not available, and the discussion is not about this. Politics is not focused on resolving this.
the politics of the BJP is only focused on distracting you from your problems. എംപിമാരായ ഡീൻ കുര്യാക്കോസ്, ഫ്രാൻസിസ് ജോർജ്, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കോർഡിനേറ്റർമാരായ IC ബാലകൃഷ്ണൻ, T സിദ്ദിഖ് MLA, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, MLA-മാരായ സജി ജോസഫ്, ചാണ്ടിയുമ്മൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. യദുൽ സുരേഷിനൊപ്പം ധനിത്ലാൽ നമ്പ്യ, ജയ്ഹിന്ദ് ന്യൂസ്, വയനാട്. വയനാട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി തുടരുന്നു. സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലതല പര്യടനം നടത്തിയ ശേഷം അല്പസമയത്തിനകം മുട്ടിലെത്തും. കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ വൈത്തിരിയിലാണ് അവസാന പരിപാടി. തസ്ലിം പുന്നക്കാടൻ വയനാട്ടിൽ നിന്നും ചേരുകയാണ്. തസ്ലിം, ഇനി അടുത്ത പരിപാടി മുട്ടിലാണ് നടക്കുക, അവസാന പരിപാടി വൈത്തിരിയിലും. പൊതുയോഗങ്ങളിലെല്ലാം തന്നെ വളരെ ആവേശത്തോടെയാണ് പ്രിയങ്ക ഗാന്ധിയെ ജനങ്ങൾ വരവേൽക്കുന്നത്. എങ്ങനെയാണ് വിവരങ്ങൾ? പുറത്താക്കി ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ നമ്മളുടെ രാഹുൽ ഗാന്ധി തീരുമാനിച്ചു. തീർച്ചയായും വലിയ ഒരു ജനപങ്കാളിത്തമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നതോടൊപ്പം തന്നെ കഴിഞ്ഞ അതായത് സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലങ്ങളിൽ വിവിധ ഇടങ്ങളിലായിരുന്നു ആദ്യ പര്യടനം നടന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ മുട്ടിൽ ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റാൻഡിനുള്ളിലാണ്, ഗ്രാമപഞ്ചായത്ത് കെട്ടിടം സ്ഥിതി ചെയ്യുന്ന ബസ് സ്റ്റാൻഡിന്റെ സമീപത്താണ് ഇപ്പോൾ ഈ വേദി ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി വരാനിരിക്കുന്ന സമയത്ത് വരവേൽക്കാൻ വേണ്ടി നിരവധി ആളുകളാണ് എത്തിയിട്ടുള്ളത്. സ്ത്രീ പങ്കാളിത്തം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത്രത്തോളം സ്ത്രീകളാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം, അതായത് ഇന്നലെയാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. അതോടൊപ്പം 5 ദിവസത്തോളം 7-ാം തീയതി വരെ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ തുടരുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാലും വലിയൊരു ആവേശമാണുള്ളത്. അതോടൊപ്പം തന്നെ ഇന്നലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും മുട്ടിലെ പരിപാടിക്ക് ശേഷം കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ തന്നെ വൈത്തിരിയിൽ വെച്ചാണ് അടുത്തൊരു പരിപാടി ഉള്ളത്. UDFന്റെ നേതൃത്വത്തിൽ എല്ലാ ഒരുക്കങ്ങളും സജ്ജീകരിച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധി വന്നാൽ അത്രത്തോളം ആളുകൾ കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് എല്ലാ പ്രദേശങ്ങളിലും ഉള്ളത്. അതോടൊപ്പം നാളെയും അതുപോലെ അത് കഴിഞ്ഞുള്ള ദിവസവും ഈ പ്രചരണ പരിപാടികൾ തുടരും. അതോടൊപ്പം കഴിഞ്ഞ ഇപ്പോൾ ഇന്നത്തെ ഒരു പ്രചരണ പരിപാടിയിൽ തന്നെ നമുക്ക് നോക്കിയാൽ കാണാം ദൃശ്യങ്ങളിൽ വൈറ്റ് ഗാർഡ് അംഗങ്ങളടക്കമുള്ള ആളുകളാണ് ഇവിടെ വൈറ്റ് ഗാർഡിന്റെയും കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകരടക്കമുള്ള ആളുകളാണ് എല്ലാ കാര്യങ്ങളും ഒരുക്കുന്നത്. വലിയൊരു ആവേശം തന്നെയാണ് പ്രവർത്തകർക്കിടയിൽ കാണാൻ സാധിക്കുന്നത്. വയനാട്ടുകാർക്കിടയിൽ വലിയൊരു ഉത്സവ പ്രതീതി തന്നെയാണെന്ന് പറയാൻ. ബലൂണുകളുമായാണ് കുട്ടികളെല്ലാം എത്തുന്നത്. പ്രിയങ്ക ഗാന്ധിയെ സ്വാഗതം ചെയ്യാൻ വേണ്ടി സ്ത്രീകളും നേരത്തെ തന്നെ ഈ മുട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ നേരത്തെ ഉണ്ടായിരുന്ന പരിപാടികളെല്ലാം, അതായത് പുൽപ്പള്ളിയിലും അതോടൊപ്പം തന്നെ മാനന്തവാടി നിയോജക മണ്ഡലങ്ങളിലെ വിവിധ പ്രദേശങ്ങളിലും അതോടൊപ്പം തന്നെ സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലും പര്യടനം കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങോട്ടേക്ക് എത്തുന്നത്. എന്തായാലും പുൽപ്പള്ളിയിൽ പോലും തോട്ടം മേഖലയിൽ പോലും വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തമാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും അത്തരത്തിലുള്ള ഒരു ഒരു സാധൂകരിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു അവസ്ഥ തന്നെയാണ് ഇവിടെയും ഉള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും അത്രത്തോളം ആളുകളാണ് പ്രിയങ്ക ഗാന്ധി വരവേൽക്കാനായി കാത്തിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പ്രിയങ്ക ഗാന്ധി മുട്ടിലേക്ക് എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. വ്യക്തമാണ്. തസ്ലിം പുന്നക്കാടാണ് വിവരങ്ങൾ നൽകിയത്. കേണിച്ചിറയിലും പുൽപ്പള്ളിയിലും പാടിച്ചിറയിലും മുള്ളൻകൊല്ലിയിലെയും പൊതുയോഗത്തിന് ശേഷം ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ മുട്ടലിൽ പൊതുയോഗം ആരംഭിക്കും. ഉരുൾപൊട്ടൽ ദുരന്തത്തെ BJP രാഷ്ട്രീയവൽക്കരിച്ചതുകൊണ്ടാണ് വയനാടിന് ധനസഹായം നൽകാത്തതെന്ന് വയനാട് UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി. ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാതെയാണ് ബഫർ സോൺ പ്രഖ്യാപനം നടത്തിയതെന്നും ഭരണഘടനയ്ക്ക് വേണ്ടി നിൽക്കേണ്ട സമയമാണിതെന്നും പ്രിയങ്ക പറഞ്ഞു. വയനാട് സുൽത്താൻ ബത്തേരിയിലെ കേണിച്ചിറയിൽ സംസാരിക്കുകയായിരുന്നു പ്രിയങ്ക. Any sort of idea that they might discussion is not about this. Politics is not focused on resolving this. The politics of the BJP is only focused on distracting you from your problems. So this is where we stand today. We stand in a place where you have to think about your country, you have to think about your own needs, and you have to think about what kind of politics you want prevalent in the nation. This vote that you have is the greatest power that the Constitution has given you. Stand up for democracy, you have to stand up for your country, and you have to recognize the kind of politics that you are seeing. On top of this, recently when they have declared buffer zones, many settlements have gone into those buffer zones without consultation. So all of a sudden, those villages which are coming into the buffer zone have new rules applying to them. I know that the women sanitation workers over here have been demanding insurance and job security for a long time. I hope to be able to voice their demand for them and to put pressure on the governments to give them what they are.
മൂന്നാം ഘട്ട പ്രചരണത്തിന്റെ രണ്ടാം ദിവസത്തിൽ കേണിച്ചിറയിലും പുൽപ്പള്ളിയിലും പൊതുയോഗങ്ങളിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. കേണിച്ചിറ, പുൽപ്പള്ളി, പാടിച്ചിറ, മുള്ളൻകൊള്ളി പൊതുയോഗങ്ങളിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. ധനിത് ലാൽ നമ്പ്യാർ ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്നും. ധനിത്, ഇപ്പോൾ അടുത്ത പരിപാടി മുട്ടിലാണ്, അതുപോലെ ആയിരങ്ങളാണ് എല്ലാ പരിപാടികളിലും പ്രിയങ്കയെ വരവേറ്റുകൊണ്ട് റോഡിലും അതുപോലെ തന്നെ പൊതുയോഗങ്ങളിലും പങ്കെടുക്കുന്നത്. എങ്ങനെയാണ് വിവരങ്ങൾ? ആര്യ, പ്രിയങ്ക ഗാന്ധി അല്പസമയത്തിനകം മുട്ടിൽ എത്തിച്ചേരും. നൂറുകണക്കിന് ആളുകളാണ് പ്രിയങ്ക ഗാന്ധിയെ മുട്ടിൽ വരവേൽക്കാൻ എത്തിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ രൂക്ഷ വിമർശനവുമായാണ് പ്രിയങ്ക ഗാന്ധി ഇന്ന് രാവിലെ മുതൽ പ്രചാരണം ആരംഭിച്ചത്. രാവിലെ മുതൽ തന്നെ പ്രിയങ്ക ഗാന്ധി കേന്ദ്ര സർക്കാരിനെ രൂക്ഷ വിമർശനം നടത്തുകയായിരുന്നു. വയനാട്ടിൽ അശാസ്ത്രീയ അപ്രായോഗികമായ ബഫർ സോൺ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ജനകീയ പ്രശ്നങ്ങൾ ശ്രദ്ധ തിരിച്ചുള്ള രാഷ്ട്രീയമാണ് ബിജെപിയുടേത്. ഉരുൾപൊട്ടൽ ദുരിതത്തെ ബിജെപി രാഷ്ട്രീയവൽക്കരിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് പ്രിയങ്ക ഗാന്ധി ഉന്നയിച്ചത്. അതുമാത്രമല്ല, ഇന്ന് രാവിലെ പരിപാടികൾ നടന്ന കേണിച്ചിറയിലും പുൽപ്പള്ളിയിലും പാടിച്ചിറയിലും ഒക്കെ ഈ വിമർശനങ്ങൾ പ്രിയങ്ക ഗാന്ധി തുടർന്നു. വയനാടിന്റെ പൊതുവായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രിയങ്ക ഗാന്ധി പ്രസംഗങ്ങൾ ആരംഭിക്കുന്നത്. അതുമാത്രമല്ല, രാഹുൽ ഗാന്ധി വയനാടുമുള്ള ഹൃദയബന്ധം ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് വയനാട്ടിലെ ഓരോ ജനങ്ങൾ നേരിടുന്ന ഓരോ പ്രശ്നങ്ങൾ, മെഡിക്കൽ കോളേജ് പ്രശ്നം, വന്യമൃഗശല്യം, രാത്രികാല യാത്രാ നിരോധനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളും കർഷകരുടെ പ്രശ്നങ്ങളും കാർഷിക മേഖലയിൽ വിലത്തകർച്ച, കേന്ദ്ര സർക്കാർ കർഷകരുടെ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളാതെ ധനാഢ്യരുടെ സമ്പന്നരുടെ കടങ്ങൾ എഴുതിത്തള്ളത് ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടായിരുന്നു വിമർശനങ്ങൾ ആരംഭിച്ചത്. ആ വിമർശനങ്ങൾക്കെല്ലാം വലിയ കരഘോഷത്തോടുകൂടിയാണ് ജനങ്ങൾ പ്രിയങ്ക ഗാന്ധിയുടെ ഓരോ പ്രസംഗവും കേട്ടത്. എല്ലായിടങ്ങളിലും പുൽപ്പള്ളിയിലും പാടിച്ചിറയിലും കേണിച്ചിറയിലും എല്ലാം പ്രിയങ്ക ഗാന്ധി അവരെ സാധാരണക്കാരായ ജനങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അവർ ഓരോ പ്രിയങ്ക ഗാന്ധിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി ഇന്ന് തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ട തൊഴിലാളികളുമായി സംവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ആനയുടെ ചവിട്ടേറ്റ് മരിച്ച പോളിന്റെ കുടുംബാംഗങ്ങളെയും പ്രിയങ്ക ഗാന്ധി പുൽപ്പള്ളിയിൽ വെച്ച് കാണുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള സംവാദങ്ങൾ വേറൊരു തരത്തിൽ തുടങ്ങുന്നു. ഈ വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സമഗ്രമായ അത് പരിഹരിക്കാനുള്ള സമഗ്രമായ പദ്ധതി ആവിഷ്കരിക്കുമെന്ന്, അത് പരിഹരിക്കേണ്ടതുണ്ടെന്നും പ്രിയങ്ക ഗാന്ധി പറയുന്നു. ഇത്തരത്തിലുള്ള വയനാടിന്റെ നീറുന്ന പ്രശ്നങ്ങൾക്കൊപ്പം രാഹുൽ ഗാന്ധി തുടങ്ങി വെച്ച പദ്ധതികൾ താനും തുടരും. അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജ് വിഷയം മെഡിക്കൽ കോളേജ് ബോർഡ് മാത്രമായിരിക്കുന്ന അവസ്ഥയാണ്, അതിന് പരിഹാരം കാണുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇത്തരത്തിലുള്ള വയനാടിന്റെ നീറുന്ന പ്രശ്നങ്ങളെല്ലാം പ്രിയങ്ക ഗാന്ധി സംസാരിക്കുമ്പോൾ വൻ കരഘോഷവും പ്രിയങ്ക ഗാന്ധിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യം വിളികളുമാണ് ഇന്ന് ഉയർന്നത്. ഇന്ന് വൈകുന്നേരം വൈത്തിരിയിലാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഇന്നത്തെ പര്യടനം സമാപിക്കുന്നത്. മുട്ടിലാണ് അല്പസമയങ്ങൾക്ക് എത്തിച്ചേരുക. അവിടെ KPCC പ്രസിഡന്റ് K. സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അവിടെ സന്നിഹിതരായിട്ടുണ്ട്. ആര്യ, വ്യക്തമാണ്. വയനാട്ടിലെ പൊതുപ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പൊതുയോഗങ്ങളിലെല്ലാം പ്രിയങ്ക ഗാന്ധി സംസാരിക്കുന്നത്. ധനിത് ലാൽ നമ്പ്യാരാണ് വയനാട്ടിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ഉപതെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. വയനാട്ടിൽ പ്രിയങ്ക 6 ലക്ഷം വോട്ടിന് വിജയിക്കും. പാലക്കാട്ടെ കർഷകരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. സർക്കാരിന്റെ ഭരണ വൈകല്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നില്ല. സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ചർച്ച ചെയ്യണം. ഉപതെരഞ്ഞെടുപ്പ് ഫലം സർക്കാരിനുള്ള താക്കീതാവുമെന്നും രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു. ഇപ്പോൾ വയനാട് പൊതുയോഗത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ സംസാരിക്കുകയാണ്. മുട്ടിൽ നിന്നുള്ള തത്സമയ ദൃശ്യം. കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ രാഷ്ട്രീയ പ്രതിയോഗികളെ കൊണ്ടുപോയി അടച്ചിട്ടു. അതുപോലെ നരേന്ദ്രമോദിയെ എതിർക്കുന്ന മതേതര വിശ്വാസികളായ ക്രിസ്ത്യാനികളെ, മുസൽമാനെ തടങ്കൽ പാളയത്തിലാക്കാൻ
രണ്ടുതരം പൗരന്മാരെ സൃഷ്ടിക്കാൻ പൗരത്വ നിയമം ഭേദഗതി ചെയ്തു. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഇനി അവർക്ക് റേഷൻ കാർഡില്ല, ആധാർ കാർഡില്ല, ബാങ്ക് അക്കൗണ്ട് ഇല്ല, ജോലിക്ക് അപേക്ഷിക്കാൻ പറ്റില്ല, കുട്ടികളെ സ്കൂളിൽ ചേർക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി, അതുകൊണ്ടാണ് കെ സുധാകരൻ, അതുകൊണ്ടാണ് ഞങ്ങൾ അടക്കമുള്ള എല്ലാ എംപിമാരും പൗരത്വ നിയമം ഭേദഗതി ചെയ്യുന്നതിനെ എതിർത്തത്. ആലോചിച്ച് നോക്ക്. ആർട്ടിക്കിൾ 25 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ 25-26 എന്താ പറയുന്നത്? റൈറ്റ് ടു പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ് ദെയർ റിലീജിയൻ. ഒരു ജാതിയിൽ വിശ്വസിക്കാൻ, ഒരു മതത്തിൽ വിശ്വസിക്കാൻ, ആ മതത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ട് പോകാൻ, ആ മതം പ്രചരിപ്പിക്കാൻ ഇന്ത്യയുടെ ഭരണഘടന നമുക്ക് അവകാശം തന്നിട്ടുണ്ട്. ആ അവകാശത്തെ അട്ടിമറിച്ച് ഈ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാക്കാൻ ഏകീകൃതമായ സിവിൽ കോഡ് കൊണ്ടുവന്നു. രാഹുൽ ഗാന്ധി എതിർത്തു, സുധാകരൻ എതിർത്തു, ഞാൻ അടക്കം പാർലമെന്റ് പ്രതിപക്ഷം എതിർത്തു. ഏകീകൃതമായ സിവിൽ കോഡ് പാടില്ല. ഹിന്ദു മാരേജ് ആക്ട് അവർക്ക്, ശരിയത്ത് മുസ്ലിങ്ങൾക്ക്. നിങ്ങൾ ആലോചിക്കണം, ക്രിസ്ത്യാനികൾക്ക് അവരുടെ ആക്ട്. ഈ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമായാൽ പിന്നെ ഏകീകൃതമായ സിവിൽ കോഡാകാം. ആലോചിച്ച് നോക്ക്. അതിനെ എതിർത്തു. എന്താ ഇപ്പൊ പോകുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. പാർലമെന്റിനകത്ത് രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ എന്താ സ്ഥിതി? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനിയിപ്പോ പ്രിയങ്ക ഗാന്ധിയുടെ വന്നു കഴിഞ്ഞാൽ പൂരം 26-ാം തീയതി പാർലമെന്റ് തുടങ്ങാൻ പോവാ. 21-ന് വോട്ടെണ്ണും 22-ന് പ്രിയങ്ക ജയിച്ച് എം പി ആയാൽ ഇന്ത്യൻ പാർലമെന്റിനകത്ത് പൊടിപൂരം നരേന്ദ്രമോദിക്കെതിരെ. ഈ അടുത്ത കാലത്ത് 2 നിയമങ്ങൾ കൊണ്ടുവന്നു. എന്തൊക്കെയാണ്? ഒന്ന്, വഖഫിന്റെ സ്വത്തുകൾ പിടിച്ചെടുക്കാൻ. 2, നിങ്ങൾ ആലോചിക്കണം, മദ്രസകളിൽ മതപഠനം പാടില്ല. ഈ രാജ്യത്തെ ഹിന്ദുക്കൾ വേദങ്ങൾ പഠിക്കട്ടെ, ഉപനിഷത്ത് പഠിക്കട്ടെ, ഭഗവത്ഗീത പഠിപ്പിക്കട്ടെ, അവര് പഠിക്കണ്ടേ? ഹിന്ദുക്കൾക്ക് ആത്മീയ വിദ്യാഭ്യാസം വേണ്ടേ? വേണമല്ലോ. മുസ്ലിങ്ങൾ മദ്രസകളിൽ ആത്മീയ വിദ്യാഭ്യാസം പഠിക്കട്ടെ. 6236 ആയത്തുള്ള ഖുർആൻ അവരെ പഠിപ്പിക്കണ്ടേ? ആ ഖുർആന്റെ ഓരോ ആയത്തുകളും ഓരോ സൂറത്തുൽ നൂറാണ്. ഞാനൊരു ആയത്ത് പറയാം. യാ അയ്യുഹനാസ് ഇന്ന ഖലഖനാകും മിൻ ദഖരിൻ വ ഉൻസ. എന്താ അർത്ഥം? ഈ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും ഒരു സ്ത്രീയിൽ നിന്നും ഒരു പുരുഷനിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. അതിന്റെ അർത്ഥം നമ്മളെല്ലാവരും ഒരച്ഛന്റെയും അമ്മയുടെയും മക്കളാണ്. ഇസ്ലാം മതം അതാ പഠിപ്പിക്കുന്നത്. സനാതന ധർമ്മമായ ഹിന്ദു എന്താ പറയുന്നത്? ലോകമേ തറവാട്, വസുദൈവ കുടുംബകം, ലോക സമസ്ത സുഖിനോ ഭവന്തു. സനാതന ഹിന്ദു പറയുന്നു നമ്മളെല്ലാം ഒരച്ഛന്റെയും മക്കളാണ്. ഖുർആൻ പറയുന്നു നമ്മളെല്ലാം ഒരച്ഛന്റെയും അമ്മയുടെയും മക്കളാണ്. ബൈബിൾ ആദം ആൻഡ് ഈവ്, ആദി മനുഷ്യൻ, ഒരു സ്ത്രീ ഒരു പുരുഷൻ. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 35-36 വചനം. അന്ത്യവിധിയുടെ മാനദണ്ഡം യേശുക്രിസ്തു പ്രഖ്യാപിച്ചു. എന്താണ് അന്ത്യവിധി? നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, ഒരു കണ്ണത്തടിച്ചാൽ മറുകണ്ണം കാണിച്ചു കൊടുക്കുക, വിശക്കുന്നവന് അപ്പം കൊടുക്കുക, ദാഹിക്കുന്നവന് ദാഹജലം കൊടുക്കുക, ഉടുവസ്ത്രമില്ലാത്തവന് ഉടുവസ്ത്രം കൊടുക്കുക, കാരാഗ്രഹവാസിയെ സന്ദർശിക്കുക, പരദേശിക്ക് അഭയം കൊടുക്കുക, രോഗിയെ ശുശ്രൂഷിക്കുക. അന്ത്യവിധിയുടെ മാനദണ്ഡം ക്രൈസ്തവ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണ്ടേ? ഖുർആൻ പഠിപ്പിക്കണ്ടേ? വേദങ്ങൾ പഠിപ്പിക്കണ്ടേ? ഭഗവത്ഗീത പഠിപ്പിക്കണ്ടേ? ഹിന്ദു രാഷ്ട്രവാദികളായ BJP-ക്കാർ പറയുന്നു മദ്രസകളിൽ മതപഠനം പാടില്ല. സുപ്രീം കോടതി ചോദിച്ചു, ഇതൊരു മതരാഷ്ട്രമാണോ? അതേ, ഒരു മതേതര രാഷ്ട്രമാണോ? മതേതര രാഷ്ട്രമാണെങ്കിൽ എല്ലാ മതങ്ങളെയും കുറിച്ച് പഠിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അതുകൊണ്ട് മദ്രസകളിൽ മതപഠനമാകാം ആത്മീയ വിദ്യാഭ്യാസം. എങ്ങോട്ട് ഈ രാജ്യത്തെ നരേന്ദ്രമോദി കൊണ്ടുപോകുന്നത്? നിങ്ങൾ ആലോചിക്കണം. ഈ അടുത്ത കാലത്ത് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് RSSനോടൊരു പ്രേമം, വല്ലാത്ത പ്രേമം. ആ പ്രേമം സാക്ഷാത്കരിക്കാൻ ഇടനിലക്കാരനായി നിൽക്കുന്നത്
മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ഒരു ADGP MR അജിത് കുമാർ, അദ്ദേഹമാണ് RSSന്റെ ദത്താത്രേയ ഹൊസബലയുമായി ചർച്ച നടത്തിയത്. അദ്ദേഹമാണ് RSSന്റെ രാം മാധവുമായി ചർച്ച നടത്തിയത്. അദ്ദേഹമാണ് ഈ വയനാട്ടിൽ വെച്ച് വത്സൻ തില്ലങ്കരിയെ എന്ന RSSകാരനുമായി ചർച്ച നടത്തിയത്. കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്കൊരു ചോദ്യം: എന്താണ് നിങ്ങളും RSSുമായി ബന്ധം? രഹസ്യ ബാന്ധവം എന്താണ്? അവിഹിത ബന്ധം എന്താണ്? അവിശുദ്ധ ബന്ധം എന്താണ്? ഒരു നെക്സസ്? മുഖ്യമന്ത്രി, നിങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ? കേരളം മതനിരപേക്ഷത്തിന് പേരുകെട്ട നാടല്ലേ? എന്തിനാണ് നിങ്ങളുടെ ADGP അജിത് കുമാർ RSSന്റെ ദത്താത്രേയ ഹൊസബലയെ കണ്ടത്, രാം മാധവനെ കണ്ടത്? എന്താ RSSന്റെ രീതി? നിങ്ങൾ കണ്ടിട്ടില്ലേ? കുറുവടിയുമായി റൂട്ട് മാർച്ച്, പദസഞ്ചലനം, ഒരു കയ്യിൽ വെട്ടിത്തിളങ്ങുന്ന വെള്ളിവാണ്, മറുകൈയിൽ കഠാരയും വെല്ലും, എന്നിട്ട് ആകാശം പൊട്ടുമാറുച്ചത്തിൽ മുദ്രാവാക്യം ഹിന്ദിയിലാണ്. എന്താ മുദ്രാവാക്യം? ഹിന്ദുവോ കോ സംഘമേ മാനാകാ പടേഗ, ഒരേക്ക് ഹിന്ദു രാഷ്ട്ര കോ ഉഠാനാ പടേഗ. ഹിന്ദുക്കളോട് പറയുക, നിങ്ങൾ സംഘത്തിൽ ചേരണം. അരിയുടെ സഹകരണ സംഘത്തിലല്ല, പിന്നെയോ രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിൽ, RSSൽ. എന്തിനാ? ഈ രാജ്യം മതേതരത്വത്തിൽ നിന്ന് മോചിപ്പിച്ച് ഒരു ഹിന്ദു രാഷ്ട്രമാക്കാൻ പദസഞ്ചലനം നടത്തുന്ന, റൂട്ട് മാർച്ച് നടത്തുന്ന RSSന്റെ നേതാവ് ദത്താത്രേയ ഹൊസബലെ, രാം മാധവിനെ ആര് പറഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി പോയി കണ്ടത്? നിങ്ങളുടെ ADGP എന്തിനാ കണ്ടത്? നിങ്ങളെന്താ മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞത്? കോഴിക്കോട് വിമാനത്താവളം മലപ്പുറത്താണ്, അവിടെയാണ് കള്ളക്കടത്ത്, അവിടെയാണ് സ്വർണം പൊട്ടിക്കൽ, അവിടെയാണ് ഹവാല. ഈ പണം രാജ്യദ്രോഹ കുറ്റത്തിന് ഉപയോഗിക്കുന്നു, ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു. മുഖ്യമന്ത്രിയോട് വിനയപൂർവ്വം ചോദ്യം: അങ്ങക്ക് എന്താ പണി? രാമേശ്വരത്തെ പണിയാണോ? ആണോ? മലപ്പുറത്ത് സ്വർണ്ണ കള്ളക്കടത്തുണ്ടെങ്കിൽ, ഹവാല ഉണ്ടെങ്കിൽ, അവിടെ സ്വർണം പൊട്ടിക്കലുണ്ടെങ്കിൽ, ആ പണം ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യേണ്ട ആരാ? മുഖ്യമന്ത്രി നിങ്ങളല്ലേ? അവരെ കയ്യാമം വയ്ക്കേണ്ട ആരാ? മുഖ്യമന്ത്രി നിങ്ങളല്ലേ? അവരെ ഇരുമ്പടികൾ കൊണ്ട് അടയ്ക്കേണ്ട ആരാ? മുഖ്യമന്ത്രി നിങ്ങളല്ലേ? അവരെ EDയെ ഏൽപ്പിക്കേണ്ട ആരാ? മുഖ്യമന്ത്രി നിങ്ങളല്ലേ? എന്തേ നിങ്ങൾ ചെയ്യുന്നില്ല? മലപ്പുറത്തുകാരെ RSSകാർ അപമാനിക്കുമ്പോ, അവഹേളിക്കുമ്പോ അതിനാക്കം വർദ്ധിപ്പിക്കാൻ, അവരുടെ പ്രീതി പിടിച്ചു പറ്റാൻ നിങ്ങൾ മലപ്പുറത്തുകാരെ അപമാനിച്ചു. അവരുടെ മനസ്സിൽ വേദന ഉണ്ടായി. ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരാണ് മറ്റെല്ലാവരെയും പോലെ മലപ്പുറത്തുകാർ. നിങ്ങൾക്കറിയാമല്ലോ, മാപ്പിള കലാപം, മലബാർ ലഹള 1820 തൊട്ട് 920 വരെ, വാര്യംകുന്നത്ത് കുഞ്ഞമലാജി, ആനി മുസ്ലിയാർ, മറക്കാനാകുമോ? മഹാത്മാഗാന്ധി പോലും അംഗീകരിച്ച ഖിലാഫത്ത് മൂവ്മെന്റ്, അതിന്റെ നേതാവ് മുഹമ്മദ് അബ്ദുറഹ്മാൻ, മറക്കാനാകുമോ? വാഗൺ ട്രാജഡി, മറക്കാനാകുമോ? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് സമഗ്രമായ സംഭാവന ചെയ്ത മലപ്പുറം മാത്രമാണോ? 992 ബാബറി മസ്ജിദ് RSSകാർ പൊളിച്ചിട്ട് ഒരു തുള്ളി ചോര പൊടിയാത്ത മലപ്പുറം, മതേതരത്വത്തിന് പേരുകെട്ട മലപ്പുറം, ആ മലപ്പുറത്തെയാണ് മുഖ്യമന്ത്രി നിങ്ങൾ അവമാനിച്ചത്, നിങ്ങൾ അവഹേളിച്ചത്, നിങ്ങൾ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചത്. നാഴികയ്ക്ക് 40 വട്ടം മലപ്പുറത്തുകാരെ നിങ്ങൾ അപമാനിക്കുന്നത് RSSന് വേണ്ടിയിട്ടാണ്, പ്രധാനമന്ത്രിക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആലോചിക്കണം. ഇപ്പൊ എന്താ സംഭവം? ഇപ്പോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു അധോലോക കേന്ദ്രമാണെന്ന് മുഖ്യമന്ത്രിക്ക് നാവായി പ്രവർത്തിച്ച ഒരു MLA പറയുന്നു. നിലമ്പൂർ MLA പറയുന്നു. നൊട്ടോറിയസ് ക്രിമിനൽസ് പോലീസിലുണ്ട്. ഞങ്ങളാരുമല്ല പറഞ്ഞത്, ഞങ്ങളാരുമല്ല പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ നാവായി പ്രവർത്തിക്കുന്ന നിലമ്പൂർ MLA പറയുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു അധോലോക കേന്ദ്രം. മുഖ്യമന്ത്രിയുടെ ഓഫീസ്
ഒരു അധോലോക കേന്ദ്രം, നൊട്ടോറിയസ് ക്രിമിനൽസ് പോലീസിൽ. ശരിയല്ലേ പറഞ്ഞത്? ശരിയല്ലേ? നൊട്ടോറിയസ് ക്രിമിനൽ അല്ലെങ്കിൽ RSSന്റെ മേധാവിയെ ആര് പറഞ്ഞിട്ടാണ് അജിത് കുമാർ പോയി കണ്ടത്? എന്തിനാണ്? നമുക്കറിയാം. അകത്ത് കിടന്നില്ലേ ശിവശങ്കരൻ, സ്വപ്ന സുരേഷ്? എന്തിനു വേണ്ടി അകത്ത് കിടന്നത്? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടാണോ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരുന്നു കൊണ്ട് ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയതിന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശിവശങ്കരൻ, അദ്ദേഹത്തിന്റെ സഹായി സ്വപ്ന സുരേഷ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടന്നില്ലേ? മാത്രമാണോ? പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രൻ തലയായ്ക്കാൻ മണ്ണിലിടമില്ല. KS ജോർജിന്റെ വിശ്വവിഖ്യാതമായ ഗാനം. പാമ്പുകൾ മാളങ്ങളിൽ കഴിഞ്ഞുകൂടുന്നു, പറവകൾ സ്വച്ഛന്തം വിഹായസിലൂടെ വിഹരിക്കുന്നു, മനുഷ്യപുത്രൻ കടത്തിണ്ണയിൽ അന്തി ഉറങ്ങുന്നു, അവൻ അന്തി ഉറങ്ങാൻ വീടില്ല. പാവങ്ങൾക്ക് വീട് കൊടുക്കുന്ന പദ്ധതിയാണ് ലൈഫ്. ദുബായിൽ നിന്ന് റെഡ് ക്രസന്റ് കൊടുത്ത 20 കോടി രൂപയിൽ 4.5 കോടി രൂപ തട്ടിച്ചു ശിവശങ്കരൻ. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, IT സെക്രട്ടറി സ്വപ്ന സുരേഷ്. ശിവശങ്കരനും സ്വപ്ന സുരേഷും 4.5 കോടി രൂപ തട്ടിച്ചു, ജയിലിൽ കിടന്നു. ഇല്ലെന്ന് പറയാമോ? മുഖ്യമന്ത്രിയുടെ മകളാരാ? മകൾ 1,72 ലക്ഷം രൂപ തട്ടിച്ചു. ആരാ കണ്ടുപിടിച്ചത്? ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ്. എന്നിട്ട് മുഖ്യമന്ത്രിയുടെ മകളെ വിളിപ്പിച്ചു. ആരാ വിളിപ്പിച്ചത്? SFIO. എന്താണ് SFIO? സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. ഫ്രോഡുകളുടെ കേസുകൾ അന്വേഷിക്കുന്നു. അപ്പൊ മുഖ്യമന്ത്രിയുടെ മകള് ഒരു ഫ്രോഡ് ആയതുകൊണ്ടാണല്ലോ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അവരെ വിളിപ്പിച്ചത്. ചെന്നൈയിൽ നോക്കുകൂലി മേടിച്ചു. കരിമണൽ കത്തായുടെ കയ്യിൽ നിന്ന്, കള്ള കത്തായുടെ കയ്യിൽ നിന്ന് 1,72 ലക്ഷം രൂപ നോക്കുകൂലി വാങ്ങിച്ചു. SFIO ചോദ്യം ചെയ്തു. അത് EDക്ക് മാറണം, അത് NIAക്ക് കൊടുക്കണം, അത് CBIക്ക് വിടണം. എന്തേ ED വരാത്തത്? എന്തേ NI വരാത്തത്? എന്തേ CBI വരാത്തത്? എന്തേ ലാവലിൻ കേസ് 38 പ്രാവശ്യം CBI കോടതി മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്നു? എല്ലാം നാട്ടുകാർക്കറിയാം, എല്ലാം നാട്ടുകാർ കാണുന്നു, എല്ലാം നാട്ടുകാർ കേൾക്കുന്നു, എല്ലാം നാട്ടുകാർ അറിയുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ഡീൽ, ഒരു നെക്സസ്, ഒരു അവിശുദ്ധ ബന്ധം, ഒരു അവിഹിത ബന്ധം കേന്ദ്ര ഗവൺമെന്റും പിണറായി വിജയന്റെ സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ചോദിച്ചു, എന്നെ, എന്റെ അമ്മയെ നിങ്ങൾ ചോദ്യം ചെയ്തു. എന്താ ഞങ്ങൾ ചെയ്ത കുറ്റം? എന്താ കുറ്റം? ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോ ദേശാഭിമാനം പ്രചോദനാക്കാൻ ഞങ്ങൾ 3 പത്രം ആരംഭിച്ചു. നാഷണൽ ഹെറാൾഡ്, പിന്നൊന്ന് ഉറുദു, പിന്നൊന്ന് ഹിന്ദി. ആ പത്രം വായിച്ചിട്ടാണ് ജനങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചൂളയിലേക്ക് എടുത്തു ചാടിയത്. ഇൻകം ടാക്സിന്റെ ന്യൂസ് ഉണ്ട്, ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ഇൻകം ടാക്സ് വയലേഷൻ എന്ന് പറയുന്നത് ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് അല്ല. FIR ഇടാൻ പറ്റത്തില്ല. അത് മണി ലോണ്ടറിംഗ് ആക്ടിന്റെ പരിധിയിൽ വരില്ല. എന്നിട്ടും രാഹുൽ ഗാന്ധിയായി എന്നെ നിങ്ങൾ കൊണ്ടുപോയി മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. ആ വാർത്ത പുറത്തുവിട്ടു. എന്നെ അപമാനിച്ചു, അവഹേളിച്ചു, അപകീർത്തിപ്പെടുത്തി. ഞാൻ സഹിക്കാം. രോഗിയായ എന്റെ അമ്മ പ്രധാനമന്ത്രി സ്ഥാനം ഒരു വെള്ളി തളികയിൽ വെച്ച് 2004 കൊടുത്തിട്ട് അധികാരം വേണ്ടെന്ന് പറഞ്ഞ് മൻമോഹൻ സിംഗിനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കിയ എന്റെ അമ്മ, രോഗിണിയായ എന്റെ അമ്മ, ആ അമ്മയെ നിങ്ങൾ കൊണ്ടുപോയി 15 മണിക്കൂർ ചോദ്യം ചെയ്തില്ലേ? ചോദ്യം ചെയ്തില്ലേ? എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി? ഞങ്ങൾ മണി ലോണ്ടറിംഗ് ആക്ട് നടത്തിയോ? ഇൻകം ടാക്സ് വയലേഷൻ ഈസ് നോട്ട് എ ഷെഡ്യൂൾഡ് ഒഫൻസ്. FIR ഇടാൻ പറ്റില്ല. എന്നിട്ട്
ഡൽഹി മുഖ്യമന്ത്രിയെ നിങ്ങൾ ജയിലിലാക്കിയില്ലേ? ബീഹാർ മുഖ്യമന്ത്രിയെ നിങ്ങൾ ജയിലിലാക്കിയില്ലേ? അതുപോലെ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി സോറിനെ നിങ്ങൾ ജയിലിലാക്കിയില്ലേ? എന്തേ പിണറായിയുമാണ് മകളെ അറസ്റ്റ് ചെയ്യാത്തത്? എന്തേ പിണറായി അറസ്റ്റ് ചെയ്യാത്തത്? എന്തേ ചോദ്യം ചെയ്യാത്തത്? ഇഡി വരുന്നില്ല, അതുപോലെ NIA വരുന്നില്ല, CBI വരുന്നില്ല. എന്തേ? രാഹുൽ ഗാന്ധി ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ നിലമ്പൂർ MLA കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ DNA ചോദ്യം ചെയ്യിപ്പിച്ചവരാണ് പിണറായി വിജയൻ. വേലി കിടക്കുന്ന പാമ്പിനെ എടുത്ത് കൗവീനം ചുറ്റിയാൽ അത് കടിക്കും. ഇപ്പൊ മുഖ്യമന്ത്രിയെ കടിച്ചില്ലേ? രാഹുൽ ഗാന്ധിയുടെ DNA ചോദ്യം ചെയ്തു. നെഹ്റു കുടുംബത്തെ, മോട്ടിലാൽ, ജവഹർലാൽ, ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വര കുടുംബം, തങ്ങളുടെ സ്വത്തുക്കൾ മുഴുവൻ ഇന്ത്യ രാജ്യത്തിന് ദാനം ചെയ്ത നെഹ്റു കുടുംബം, ആ കുടുംബത്തിന്റെ DNA ചോദ്യം ചെയ്തപ്പോൾ ഊറി ഊറി ചിരിച്ചു മുഖ്യമന്ത്രി. നിലമ്പൂർ MLAക്ക് പ്രോത്സാഹനം കൊടുത്തു. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ അപ്പൻ വിളിച്ചു, അപ്പന്റെ അപ്പൻ വിളിച്ചു. അതേ MLA അതാ കൊടുത്താൽ കൊല്ലത്ത് കിട്ടും. അതൊരു പ്രപഞ്ച നിയമമാണ്, അതൊരു ന്യൂട്ടൺസ് ലായാണ്. കവികൾ പാടിയിട്ടില്ലേ? താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക തന്നെ വേണം. മുഖ്യമന്ത്രി, നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ DNA ചോദ്യം ചെയ്തപ്പോൾ നിങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിച്ചു. അവസാനം നിങ്ങൾക്ക് അവന്റെ വായിൽ നിന്ന് തന്നെ കിട്ടിയില്ലേ? ആലോചിച്ച് നോക്ക്. ഇപ്പോ നമുക്കറിയാം, ഈ കേരള ഗവൺമെന്റ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്നു. മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് മാത്രം. പെൻഷനുകളെല്ലാം നിർത്തി. 15 ക്ഷേമ പെൻഷൻ, വിധവാ പെൻഷനില്ല, വികലാംഗ പെൻഷനില്ല, അവശകലാകാരന്മാർക്ക് പെൻഷനില്ല, സ്വാതന്ത്ര്യ സമര പെൻഷനില്ല, വാർദ്ധക്യം ബാധിച്ചവർക്ക് പെൻഷനില്ല, ലൈഫ് വീടില്ല, റോഡുകൾ നന്നാക്കുന്നില്ല, പാലങ്ങൾ പണിയുന്നില്ല, സ്കൂൾ കെട്ടിടം പണിയുന്നില്ല, ഫണ്ടില്ല. മുഖ്യമന്ത്രിയുടെ കയ്യിൽ കാശിന് വകയില്ല. എന്റെ പ്രസംഗം കേൾക്കുന്ന ഏതെങ്കിലും ഒരു ഗർഭിണി ഉണ്ടെങ്കിൽ നിങ്ങളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ 1.5 ലക്ഷം രൂപ കടത്തിലാണ് ആ കുഞ്ഞ് ജനിച്ചു വീഴുന്നത്. നിങ്ങളുടെ കുഞ്ഞിനെ പോലും ഈ പിണറായി വിജയൻ കടക്കാരനാക്കി മാറ്റി 8 വർഷം കൊണ്ട്. എങ്ങോട്ടായി കേരളം പോകുന്നത്? നിങ്ങൾ ആലോചിക്കണം. ഇപ്പതാ അവസാനമായി ദാരുണമായ ഒരു സംഭവം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വാക്കുകൊണ്ട് ഒരു കൊലപാതകം നടത്തി. നിങ്ങൾ ആലോചിച്ച് നോക്ക്. പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മനും തടുക്കാൻ പറ്റില്ല. ഒരുമ്പെട്ടൊരു പെണ്ണ് PP ദിവ്യ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജീവിതത്തിൽ 7 മാസം മാത്രം സർവീസ് അവസാനിപ്പിക്കാൻ ബാക്കിയുള്ള ഒരു ADM എന്ന് പറഞ്ഞാൽ കളക്ടർ കഴിഞ്ഞാൽ അടുത്ത പോസ്റ്റാണ്. എന്നാലോചിച്ച് നോക്കെ. ദിവ്യ ആ ADMനെ ആക്ഷേപിക്കുന്ന കാഴ്ച TV കണ്ടില്ലേ? മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുക്കുമ്പോ അവൻ അപേക്ഷ എന്താ പറഞ്ഞത്? എന്റെ ഭർത്താവ് ഒരു അറ്റൻഡറാണ്, ഒരു പ്യൂണാണ്. ഞാനൊക്കെ ധരിച്ചു വെച്ചത് ഇവരുടെ ഭർത്താവ് കളക്ടറോ SP ആയിരിക്കുമെന്നാണ്. അത്ര വലിയ പദവിയിലിരിക്കുന്ന ഒരാളിന്റെ ഭാര്യയെ പോലല്ലേ ഒരു ADMനോട് പെരുമാറിയത്? ഒരു പ്യൂണിന്റെ ഭാര്യ, ഒരു അറ്റൻഡറുടെ ഭാര്യ. എന്തൊരു അഹങ്കാരം ആ സ്ത്രീ കാണിച്ചത്! ജീവിതത്തിൽ ഇന്നുവരെ കൈക്കൂലി വാങ്ങിക്കാത്ത, അഴിമതി നടത്താത്ത, ജനിച്ച കാലം മുതൽ എല്ലാവരും ഒരു കുടുംബത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്ന ADM നവീൻ ബാബു, അദ്ദേഹം ചോദിച്ചു വാങ്ങിച്ചു ഒരു സ്ഥലമാറ്റം. അവസാന കാലം റിട്ടയർ ചെയ്യുമ്പോൾ താൻ ജനിച്ചു വളർന്ന പത്തനംതിട്ടയിലാകണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധം. ഭാര്യ തഹസീൽദാർ, 2 പെൺകുട്ടികൾ, ആൺകുട്ടികളില്ല. റിട്ടയർമെന്റ് ഒരു ചെറിയ യാത്രയയപ്പ് സൽക്കാരം. കളക്ടറുണ്ട്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചിട്ടില്ല, രാഷ്ട്രീയക്കാരാരുമില്ല, MLAമാരില്ല, MP മാരില്ല. MP വേണമെങ്കിൽ K സുധാകരനെ വിളിക്കണം, കണ്ണൂർ MP. MP ഇല്ല, MLA ഇല്ല, ജില്ലാ പഞ്ചായത്തില്ല. വലിഞ്ഞ കയറിപ്പോയി ആ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. എന്തിനാ അവിടെ പോയത്?
ആര് വിളിച്ചു? എന്തിനാ പോയത്? അവിടെ പോയി ഒരു മനുഷ്യനെ ഇരുത്തി പൊരിച്ചു. ആണുങ്ങൾക്ക് പിറന്നവനെങ്കിൽ പ്രാണത്തെക്കാൾ മാനം വലുത്. മാനം പോയാൽ പിന്നെ ജീവിച്ചിരിക്കില്ല. ഇന്നലെ പനമരത്ത് ഒരു ചെറുപ്പക്കാരൻ അവനെ പോക്സോ കേസിൽ പ്രതിയാക്കും എന്ന് പോലീസ് പറഞ്ഞു. അവൻ ഒരു വീഡിയോ ചിത്രീകരിച്ചിട്ട് ആത്മഹത്യ ചെയ്തു. പോക്സോ കേസിൽ പ്രതിയാകുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ്. ആത്മാഭിമാനമുള്ളവർ അപമാനം സഹിക്കില്ല. നിങ്ങൾ ആലോചിക്കണം, എവിടെയാണ് ഈ പാർട്ടി? മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാട് എന്താണ്? നിങ്ങൾ ആലോചിക്കണം. പത്തനംതിട്ടയിലെ മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നു ഞങ്ങൾ ഇരയോടൊപ്പം. കണ്ണൂര് മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നു ഞങ്ങൾ വേട്ടക്കാരോടൊപ്പം. അപ്പൊ ഇരയെയും വേട്ടക്കാരനെയും സംരക്ഷിക്കുന്ന ഒരു ത്രാസിൽ രണ്ട് കച്ചവടം നടത്തുന്ന ഒരു പാർട്ടിയായി മാർക്സിസ്റ്റ് പാർട്ടി അധപ്പതിച്ചു. നിങ്ങൾ ആലോചിക്ക്. ഇതുവരെ ആ ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് പാർട്ടി നടപടിയെടുത്തിട്ടില്ല. ഇതാ നാടും നഗരവും ഇളക്കി മറിച്ചുകൊണ്ട് ആരാധക വൃന്ദത്തിന്റെ പുഷ്പവേഴ്ച സ്വീകരിച്ചുകൊണ്ട് ഈ വയനാട്ടിലെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്ന നെഹ്റു കുടുംബത്തിന്റെ ഇളം തലമുറ പ്രിയങ്ക ഗാന്ധി ആബാലവൃദ്ധം ജനങ്ങളുടെയും വികാരം ആവാഹിച്ചെടുത്ത് ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോകാൻ, നിങ്ങളുടെ അനുഗ്രഹം വാങ്ങാൻ, നിങ്ങളുടെ ആശീർവാദം വാങ്ങാൻ ഇതാ ഈ മുട്ടിൽ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ സജ്ജീകരിച്ചിട്ടുള്ള ഈ വേദിയിലേക്ക് കടന്നു വരുന്നു. കഴിഞ്ഞ 10 ദിവസക്കാലം കൊണ്ട് വയനാട്ടിലെ ജനങ്ങളുടെ മനസ്സ് കീഴടക്കിയ, വയനാട്ടിലെ ജനങ്ങളുടെ മനോമുകുരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഉലയാത്ത കർമ്മധീരതയുടെ ഉജ്ജ്വല പ്രതീകമായ ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഇതാ നിങ്ങളുടെ പുഷ്പവൃഷ്ടി സ്വീകരിച്ചുകൊണ്ട് ഇതാ ഇവിടേക്ക് കടന്നു വരുന്നു. മന്ദം കടന്നു വരുന്നു. നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട്, നിങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ചുകൊണ്ട്, നിങ്ങളുടെ അഭിവാദ്യത്തിന് പ്രത്യഭിവാദ്യം നേർന്നുകൊണ്ട് ഇതാ നെഹ്റു കുടുംബത്തിലെ ഇളം തലമുറ, ഇന്ദിരാഗാന്ധിയുടെ തൽസ്വരൂപം ഇതാ പ്രിയങ്ക ഗാന്ധി, കോൺഗ്രസിന്റെ താരപ്രചാരക ഇതാ കടന്നു വരുന്നു. രാജീവ് ഗാന്ധിക്ക് വേണ്ടി പ്രചരണം നടത്തി, സോണിയ ഗാന്ധിക്ക് വേണ്ടി പ്രചരണം നടത്തി, രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പ്രചരണം നടത്തി. ഇന്ത്യ മൊത്തം ഒരു കൊടുങ്കാറ്റ് പോലെ നരേന്ദ്രമോദിക്ക് എതിരെ ആഞ്ഞടിച്ച ആ തരംഗത്തിന്റെ ഉടമ ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഇതാ നിങ്ങളെ നേരിട്ട് കാണാൻ, നിങ്ങളുടെ അഭിവാദ്യം സ്വീകരിക്കാൻ, നിങ്ങളുടെ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങാൻ, നിങ്ങൾക്ക് പ്രത്യഭാവദ്യം അർപ്പിക്കാൻ ഇതാ നമ്മുടെ എല്ലാ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി, കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്ന ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഇതാ മന്ദം കടന്നു വരുന്നു. നിങ്ങളെ കാണാൻ, നിങ്ങളോട് വോട്ട് ചോദിക്കാൻ, സഹായം അഭ്യർത്ഥിക്കാൻ. ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ രാഹുൽ ഗാന്ധി അനൌദ്യോഗിക എംപിയാണ്. ഞാനും രാഹുലും കൂടി വയനാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് ഉച്ചൈസ്തരം ഉദ്ഘോഷിച്ചുകൊണ്ട് ഇതാ നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ശ്രീമതി പ്രിയങ്ക ഗാന്ധി നാടും നഗരവും ഇളക്കി മറിച്ചുകൊണ്ട് ആബാലവൃദ്ധം ജനങ്ങളുടെയും വികാരം ആവാഹിച്ചെടുത്തുകൊണ്ട് ഉലയാത്ത കർമ്മധീരതയുടെ ഉജ്ജ്വല പ്രതീകമായ ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഇതാ നിങ്ങളെ നേരിട്ട് കാണാൻ, അഭിവാദ്യം സ്വീകരിക്കാൻ ഇതാ നിങ്ങളുടെ പ്രിയപ്പെട്ട MLA ശ്രീ ടി സിദ്ദിഖിനോടൊപ്പം ഇവിടെ എത്തിയിരിക്കുന്നു. പ്രിയങ്ക ഗാന്ധി നിങ്ങളോട് അഭിവാദ്യം ചെയ്യാൻ, നിങ്ങളോട് സംസാരിക്കാൻ ഇതാ എത്തിക്കഴിഞ്ഞു. സിദ്ദിഖ് അവരെ ക്ഷണിക്കും. പ്രിയമുള്ളവരെ, മുട്ടിൽ മണ്ഡലം UDF-ന്റെ ചെയർമാനും കൺവീനറും പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധിയെ സ്വീകരിക്കുകയാണ്. ജോയ് തൊട്ടിത്തറയും ശ്രീ സലാം
പ്രിയമുള്ളവരെ, ജനാധിപത്യത്തിന്റെ ഒരു ഉത്സവമായി വയനാട് ഒരു പുതുചരിത്രം രചിക്കുകയാണ്. ആദരണീയനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പ്രിയപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് ആദരണീയനായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, KPCCയുടെ പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ MP ഉൾപ്പെടെ എല്ലാവരുടെയും സാന്നിധ്യം ഈ മുട്ടിൽ പൊതുയോഗത്തെ, പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തെ ആവേശഭരിതമാക്കിയിരിക്കുകയാണ്. നമ്മളെല്ലാവരും കൈവീശി പ്രിയങ്ക ഗാന്ധിയെ അഭിവാദ്യം ചെയ്യുകയാണ്. ആവേശത്തോടുകൂടി ഈ മുട്ടിൽ ടൗൺ പ്രിയങ്ക ഗാന്ധിയെ അഭിവാദ്യം ചെയ്യുകയാണ്. ചരിത്രം സൃഷ്ടിക്കാൻ, ജനാധിപത്യത്തിന്റെ ഉത്സവമാക്കി തെരഞ്ഞെടുപ്പിനെ മാറ്റാൻ മുട്ടിൽ തരിച്ചുകൂടിയ മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഏറെ ആദരണീയയായ പ്രിയങ്ക ഗാന്ധിയെ സംസാരിക്കാൻ ക്ഷണിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുക. My dearest sisters and brothers, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, thank you for being here today and for waiting for me. ഇവിടെ നിങ്ങൾ വന്ന് എനിക്ക് വേണ്ടി കാത്തുനിന്നതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. Thank you for all the love that you are giving me. Every single place I go in Wayanad, I am received with love and affection. നിങ്ങൾ ഞാൻ വയനാട്ടിൽ ഏത് സ്ഥലത്ത് പോകുവാണെങ്കിലും നിങ്ങൾ ഒരുപാട് സ്നേഹത്തോടു കൂടി ഇഷ്ടത്തോടു കൂടിയാണ് എന്നെ സ്വീകരിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. Now I realize how much you love my brother Rahul. ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ എത്രമാത്രം എന്റെ സഹോദരൻ രാഹുലിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലാവുന്നുണ്ട്. He loves you very much as well. അദ്ദേഹവും നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. Every day he calls me and asks me how are things. എല്ലാ ദിവസവും രാഹുൽ എന്നെ വിളിച്ചു ചോദിക്കും ഇവിടെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടന്നു പോകുന്നു. And next thing he says is, aren't the people of Wayanad sweet? എപ്പോഴും അദ്ദേഹം എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, അടുത്ത് ചോദിക്കുന്ന കാര്യമാണ്, വയനാട്ടിലെ ആളുകൾ നല്ല മനോഹരരായ ആളുകളല്ലേ എന്നാണ് അദ്ദേഹം എന്നോട് എന്നും വിളിച്ച് ചോദിക്കുന്നത്. I think he is missing you and he is still feeling bad that he had to leave. എനിക്ക് തോന്നുന്നത് രാഹുൽ ഇപ്പോഴും നിങ്ങളെ മിസ് ചെയ്യാണ്, നിങ്ങളെ കാണാത്തതിന്റെ വിഷമമുണ്ട്. ഈ നിയോജക മണ്ഡലം, പാർലമെന്റ് മണ്ഡലം നിങ്ങളെ ഉപേക്ഷിച്ച് പോകുന്നത് അദ്ദേഹത്തിന് ഇപ്പോഴും വലിയ സങ്കടം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. This bond of love that you share with him, it's a mutual bond of love, of respect. നിങ്ങളും രാഹുലും തമ്മിലുള്ള പരസ്പര ബന്ധം എന്ന് പറയുന്നത് പരസ്പരം സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും ഒരു ബന്ധമാണ്. It's also rare. അത് അപൂർവമാണ് ഇത്തരം ഒരു ബന്ധം എന്ന് പറയുന്നത്. Especially in politics. പ്രത്യേകിച്ചും രാഷ്ട്രീയത്തിൽ ഇത് അപൂർവമായ ഒരു ബന്ധമാണ്. Because many leaders in politics, once they have power, once they are sort of well known, they forget about the public. കാരണം എന്താണെന്നറിയോ, രാഷ്ട്രീയത്തിൽ പലപ്പോഴും രാഷ്ട്രീയ നേതാക്കൾ ഒരിക്കൽ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അവർ അറിയപ്പെടാനൊക്കെ ആരംഭിച്ചു കഴിഞ്ഞാൽ അവർ സാധാരണ ജനങ്ങളെ മറന്നു പോകുന്ന ഒരു കാഴ്ചയാണ് പൊതുവെ നമ്മൾ രാഷ്ട്രീയത്തിൽ കാണുന്നത്. They forget that the power they have is actually the power of the people. പലപ്പോഴും അവർ മറന്നു പോകുന്നതിന്റെ രാഷ്ട്രീയ നേതാക്കൾക്കുള്ള അധികാരം എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളുടെ അധികാരമാണെന്ന് അവർ മറന്നു പോവുകയാണ്. But Rahul is not like that. പക്ഷേ രാഹുൽ അങ്ങനത്തെ ഒരു രാഷ്ട്രീയ നേതാവല്ല. He deeply respects the love that you have given him. നിങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തിന് നൽകിയ സ്നേഹത്തെ രാഹുൽ ആഴത്തിൽ ബഹുമാനിക്കുന്നുണ്ട്. And my whole family is grateful to you. എന്റെ കുടുംബം മുഴുവൻ നിങ്ങളോട് നന്ദിയുള്ളവരാണ്, കടപ്പെട്ടിട്ടുള്ളവരാണ്. For the way in which you stood by him when he was going through the most difficult time in his life. എന്റെ സഹോദരൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്ത് കൂടി കടന്നുപോയപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ അദ്ദേഹത്തിനോടൊപ്പം നിന്നത്, അതിന് എന്റെ കുടുംബം നിങ്ങളോട് എന്നും നന്ദിയുള്ളവരാണ്. He was being attacked every single day. എല്ലാ ദിവസവും അദ്ദേഹം ആക്രമിക്കപ്പെട്ടുകൊണ്ടിരുന്നു. The BJP mounted a massive social media and media campaign to destroy his reputation. അദ്ദേഹത്തിന്റെ സത്കീർത്തിയും പ്രതിച്ഛായയും നശിപ്പിക്കുന്നതിന് വേണ്ടി ഓരോ ദിവസവും മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും BJP ഒരു വലിയ പ്രചരണമാണ് നടത്തിക്കൊണ്ടിരുന്നത്. But I am proud to say, my sisters and brothers of Wayanad, that it was you who first recognized the truth. പക്ഷേ എന്റെ വയനാട്ടിലെ സഹോദരി സഹോദരന്മാരെ, എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും, എന്റെ സഹോദരൻ രാഹുലിന്റെ സത്യം ആദ്യമായി തിരിച്ചറിഞ്ഞത് ഇവിടെയുള്ള നിങ്ങളാണെന്ന്.
you realize that this man is fighting for the right things. He's fighting for you. നിങ്ങൾക്ക് മനസ്സിലായി ഈ മനുഷ്യൻ പോരാടുന്നത് ശരിയായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ മനുഷ്യൻ പോരാടുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു. And you have a history. You have a history here in Wayanad of fighting for what is right. It was freedom fighters from Wayanad who fought for the freedom of our country as well. ഇവിടെ വയനാട്ടിൽ നിങ്ങൾക്ക് എന്താണോ ശരി അതിനുവേണ്ടി പോരാടുന്ന ഒരു ചരിത്രമുണ്ട്. വയനാട്ടിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി പോരാടിയവരാണ്. You are a shining example of all that is good and all that is beautiful about our country. ഈ രാജ്യത്ത് എന്തൊക്കെയാണോ നല്ലത്, എന്തൊക്കെയാണ് മനോഹരമായത്, അതിന്റെ ഒരു തിളങ്ങുന്ന ഉദാഹരണമാണ് വയനാടും ഇവിടുത്തെ ജനങ്ങളും. You have a rich tradition of unity amongst the different religious communities. പല മതങ്ങളിലുള്ള ആളുകളുടെ ഇടയിലുള്ള സാഹോദര്യത്തിന്റെ ഐക്യത്തിന്റെ ഒരു സമ്പന്നമായ പാരമ്പര്യം നിങ്ങൾക്കുണ്ട്. Must be one of the few places where somebody like Radha Gopi Menonji became the president of a mosque even though she was a Hindu. നിങ്ങൾക്കറിയാം, ഈ രാജ്യത്തുള്ള ചില അപൂർവം ചില പ്രദേശങ്ങളിൽ ഒന്നായിരിക്കും, ഉദാഹരണത്തിന് ശ്രീ ഗോപി മേനോൻ എന്ന് പറയുന്ന വ്യക്തി ഒരു മോസ്കിന്റെ പ്രസിഡന്റായ അപൂർവ സ്ഥലങ്ങളിൽ ഒന്നായിരിക്കും ഇത്. And from here itself, so much social service and so much good work has been done. ഇവിടെ തന്നെ ഒരുപാട് സാമൂഹ്യ സേവനങ്ങളും സമൂഹത്തിന് വേണ്ടിയുള്ള നല്ല പ്രവർത്തികളും ഒരുപാട് ഇവിടെ നടക്കുന്നുണ്ട്. I just came from Haji Sahab's house. Jamal Muhammad Sahab dedicated his life to service. ഞാനിപ്പോ ഹാജി സാഹിബിന്റെ വീട്ടിലാണ് വന്നത്. ജമാൽ മുഹമ്മദ് സാഹബ് എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതം സേവനത്തിന് വേണ്ടി സമർപ്പിച്ച ഒരു വ്യക്തിയാണ്. These are your traditions. ഇതാണ് നിങ്ങളുടെ പാരമ്പര്യം എന്ന് പറയുന്നത്. You have beautiful churches, mosques, temples. നിങ്ങൾക്ക് മനോഹരമായ പള്ളികളുണ്ട്, മോസ്കുകളുണ്ട്, ക്ഷേത്രങ്ങളുണ്ട്. You live in harmony. നിങ്ങൾ പൊരുത്തത്തോടുകൂടി, സാഹോദര്യത്തോടുകൂടി, ഒത്തൊരുമയോടുകൂടി ജീവിക്കുന്നു. You stand for what is right, for the unity of this country. നിങ്ങൾ എന്താണോ ശരിയായത് വേണ്ടി, ഈ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി നിങ്ങൾ നിലനിൽക്കുന്നു. And for the values on which our constitution was made. നമ്മുടെ ഭരണഘടന എന്തൊക്കെ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണോ നിർമ്മിക്കപ്പെട്ടത് അതിനുവേണ്ടി നിങ്ങൾ നിലകൊള്ളുന്നു. For me, there can be no greater honor than to represent the people of Wayanad. വയനാട്ടിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കുക എന്നതിലുപരിയായി എനിക്ക് ഇതിലും വലിയ മറ്റൊരു ആദരവ് ലഭിക്കാനില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. This land has immense potential. ഈ ഭൂമിക്ക്, ഈ നാടിന് അപാരമായ സാധ്യതകളുണ്ട്. Look at the crops you grow: coffee, tea, rice, pepper, all the spices. നിങ്ങൾ ഏതൊക്കെ വിളകളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് നോക്കൂ. കാപ്പി, തേയില, നെല്ല്, അതുപോലെ കുരുമുളക്, അതുപോലെ എല്ലാ സുഗന്ധദ്രവ്യങ്ങളും ഇവിടെ നിങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. Just think about if proper planning was there, good sort of strong facilities for marketing these crops, for packaging these crops, and you had proper food parks created over here for the production and for the marketing and for the sale of these crops, how much difference it could make. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾ ഇവിടെ ധാരാളം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു. കൃത്യമായ ആസൂത്രണത്തോടുകൂടി ഇതെല്ലാം വിപണിയിൽ എത്തിക്കാനുള്ള, ഇതെല്ലാം കച്ചവടം ചെയ്യാനുള്ള സൗകര്യങ്ങൾ, ഭക്ഷ്യ സംസ്കരണ സൗകര്യങ്ങൾ, ഫുഡ് പാർക്കുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എത്രമാത്രം നിങ്ങൾക്ക് ഇതിൽ മുന്നേറാമായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. With a strong focus on agriculture and food processing, there could be so much more progress in this industry here. ഇവിടെ കൃഷിയുടെ കാര്യത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതിലൂടെ, ഭക്ഷ്യ സംസ്കരണത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതിലൂടെ ഈ മേഖലയിൽ ഒരുപാട് പുരോഗതി നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. Instead, farmers of Wayanad are facing great difficulties. പക്ഷെ അതിനു പകരം വയനാട്ടിലെ കർഷകർ ധാരാളം ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. The prices of crops is falling, especially of coffee. പ്രത്യേകിച്ച് നിങ്ങളുടെ വിളകളുടെ വില ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ചും കാപ്പിയുടെ. Many farmers are forced to take loans and are unable to repay them. പല കർഷകരും വായ്പ എടുക്കാൻ നിർബന്ധിതരാകുകയാണ്, പക്ഷെ പലപ്പോഴും അവർക്ക് കടം തിരിച്ചടയ്ക്കാൻ സാധിക്കുന്നില്ല. Modi's government's policies are such that they waive loans for big businessmen, 16 lakh crores of rupees,
but they don't waive the loans for farmers. നരേന്ദ്രമോദിയുടെ നയങ്ങൾ എന്താണ് ചെയ്യുന്നത്? വലിയ ബിസിനസ്സുകാരുടെ കടങ്ങളെല്ലാം എഴുതി തള്ളുകയാണ്. 16 ലക്ഷം കോടി രൂപ വരുന്ന കടങ്ങൾ വലിയ ബിസിനസ്സുകാരുടെ എഴുതി തള്ളിയപ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണ കർഷകരുടെ കടങ്ങൾ എഴുതി തള്ളുന്നില്ല ആ ഗവൺമെന്റ്. When your crops are damaged due to rain, you don't get the adequate compensation. മഴ കൊണ്ട് നിങ്ങൾക്ക് കൃഷിനാശം, വിളനാശം സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരം ലഭിക്കുന്നില്ല. And through the area where I have been passing today, the man-animal conflict is an immense issue. ഇന്ന് ഞാൻ വന്നുകൊണ്ടിരുന്ന വഴിയിൽ ഞാൻ പ്രദേശത്തു കൂടി വരികയായിരുന്നു. എവിടെയാണോ മനുഷ്യ വന്യജീവി സംഘർഷം എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ്. This morning I met a lady whose husband had been trampled by an elephant. ഒരു കാട്ടാനയാൽ കൊല ചെയ്യപ്പെട്ട മനുഷ്യന്റെ ഭാര്യയെ, ആ സ്ത്രീയെ ഞാൻ ഇന്ന് കണ്ടു. I am beginning to understand the extent of the crop loss and the loss of lives that is happening due to the man-animal conflict. മനുഷ്യ വന്യജീവി സംഘർഷം മൂലം നിങ്ങൾക്ക് എത്രമാത്രം വിളനാശം ഉണ്ടാകുന്നു, അതുപോലെ എത്രമാത്രം മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നു. ഇതിന്റെ എല്ലാം വ്യാപ്തി ഞാൻ മനസ്സിലാക്കി തുടങ്ങുകയാണ്. And it is a problem for which we will have to find a solution together. നമ്മൾ ഒരുമിച്ച് പരിഹാരം കണ്ടെത്തേണ്ട ഒരു പ്രശ്നമാണിത്. That lady told me that when her husband was injured, she took him to the hospital in Manantawadi and they referred him to Kozhikode. ആ സ്ത്രീ എന്നോട് പറഞ്ഞു എന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെ ഭർത്താവിന് മുറിവേറ്റപ്പോ അവിടെ മാനന്തവാടിയിലുള്ള ആശുപത്രി കൊണ്ടുപോയി. പക്ഷെ അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. But by the time she reached Kozhikode, he had already passed away. പക്ഷേ അവർ കോഴിക്കോട് ആശുപത്രിയിൽ എത്തുന്ന സമയം കൊണ്ട് ആ മനുഷ്യൻ മരിച്ചുപോയി. Her daughter held my hand and said, the only thing we really need is the medical college. എന്റെ കൈ പിടിച്ചുകൊണ്ട് അവരുടെ മകൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ വയനാട്ടിൽ അത്യാവശ്യമായി വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജാണ്. I stopped on the way and met some timber laborers. ഞാൻ അവിടെ വരുന്ന വഴിയിലെ കുറച്ച് തൊഴിലാളികളെ അവിടെ കണ്ടു, തടിയുമായിട്ട് ബന്ധപ്പെട്ട് പണി ചെയ്യുന്നവർ. I asked them, what is the biggest problem you are facing? ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? And they immediately said, we want a medical college. അവരെന്നോട് പെട്ടെന്ന് പറഞ്ഞ മറുപടി ഇതാണ്, ഞങ്ങൾക്കൊരു മെഡിക്കൽ കോളേജ് വേണം. Before I came here, a lady who I have worked with for many years, who's a nun, a sister in the Mother Teresa's missions, she called me. She said, I am from Wayanad, and all I am asking you, Priyanka, is that if you go there, you must fight for the medical college. ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് മദർ തെരേസയുടെ സന്യാസ സമൂഹത്തിൽ എന്നോടൊപ്പം ജോലി ചെയ്യുന്ന ഒരു സിസ്റ്റർ, ഒരു കന്യാസ്ത്രീയായ സിസ്റ്റർ എന്നെ വിളിച്ചു. ഞാൻ ആ സിസ്റ്ററിനെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, പ്രിയങ്ക, നിങ്ങൾ വയനാട്ടിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ പോരാടേണ്ടത് ഒരു കാര്യത്തിന് വേണ്ടിയാണ്, അത് അവിടുത്തെ മെഡിക്കൽ കോളേജിന് വേണ്ടിയാണ്. I know that my brother has put pressure on the government, and he has raised your voice again and again for this. In fact, it is because of the pressure he put that the status of the existing hospital was changed to medical college and a new board was put there. But unfortunately, the facilities have still not been given. എനിക്കറിയാം എന്റെ സഹോദരൻ, നിങ്ങൾക്കൊരു മെഡിക്കൽ കോളേജ് ഉണ്ടാകുന്നതിന് വേണ്ടി ഒരുപാട് സമ്മർദ്ദം ഗവൺമെന്റിന് മേൽ ചെലുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശ്രമഫലമായിട്ടാണ് അവിടെയുള്ള ഇപ്പോഴുള്ള ആശുപത്രിയിൽ മെഡിക്കൽ കോളേജ് എന്നൊരു ബോർഡ് വെച്ചത്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, മെഡിക്കൽ കോളേജ് എന്നൊരു ബോർഡ് വെച്ചതല്ലാതെ മെഡിക്കൽ കോളേജിന് വേണ്ട ഒരു സൗകര്യങ്ങളും ഇതുവരെ അവിടെ ലഭ്യമാക്കിയിട്ടില്ല. So it's very, very important for all of us to fight together to get this medical college to start properly and to give you all the facilities that you deserve. അതുകൊണ്ട് നമ്മൾക്കിത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഒരുമിച്ച് ഇവിടുത്തെ മെഡിക്കൽ കോളേജിന് വേണ്ടി പോരാടണം. നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ അവിടെ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പോരാടേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. It's a very, very difficult situation. I can understand that if a family member falls sick, you don't have adequate facilities in the area. And then if you have to take him somewhere else, there is a night ban or night traffic ban and you are not allowed to move at certain times of the night. നിങ്ങൾക്കറിയാം, എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു അസുഖം വന്നു, നിങ്ങൾക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം ഇവിടെ മെഡിക്കൽ കോളേജും അതിന് വേണ്ട സൗകര്യങ്ങളില്ല. നിങ്ങൾക്ക് അവിടെ ദൂരെ എവിടെയെങ്കിലും ആളിനെ ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ എന്താ പറ്റുന്നത്? രാത്രി യാത്രാ നിരോധനം കാണും. രാത്രിയിൽ ചില സമയത്ത് നിങ്ങൾക്ക് യാത്ര ചെയ്യാനും പറ്റുന്നില്ല. I can completely understand, my sisters. If somebody is pregnant and there's a complication and you need a proper hospital and you cannot even travel to reach it, what fear that must be embedding inside you. How it must be troubling you that if somebody falls really sick, what do you do?
എനിക്കറിയാൻ പറ്റും എന്റെ സഹോദരിമാർ, ആരെങ്കിലും ഗർഭിണിയായിട്ട് ഒരാൾ വീട്ടിലുണ്ട്, കുറച്ച് സങ്കീർണമായ പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾക്ക് ഒരു ആശുപത്രിയിൽ കൊണ്ടുപോകണം, പക്ഷെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സാധിക്കില്ല. എന്തുമാത്രം പേടി ഉണ്ടായിരിക്കും മനസ്സിൽ ആ സമയത്ത്. അതുപോലെ വീട്ടിൽ ആർക്കെങ്കിലും അസുഖം വന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറ്റാത്തപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് എനിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. And I understand that this problem of health facilities is worst in the tribal areas. എനിക്ക് പറയാം, ഈ ആരോഗ്യ പരിരക്ഷ, ആരോഗ്യ സംവിധാനങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ ആദിവാസി മേഖലകളിൽ ഇതിലും പരിതാപകരമായ അവസ്ഥയാണെന്ന് എനിക്കറിയാം. There is already so much poverty and so much difficulty, and on top of that even the primary healthcare centers are not fully functional. നിങ്ങൾക്കറിയാം, ആ പ്രദേശങ്ങളിൽ ഒരുപാട് ദാരിദ്ര്യമുണ്ട്, അതിന്റെ കൂടെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതൊന്നുമല്ല, അവിടെ പ്രാഥമിക ആരോഗ്യ സംവിധാനങ്ങൾ പോലും നന്നായി പ്രവർത്തിക്കുന്നില്ല. Under the Congress government, the Manrega program was started and it provided jobs for those who were the poorest of the poor. കോൺഗ്രസ് ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിൽ നിന്നപ്പോൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കി. ആ പദ്ധതിയുടെ ഭാഗമായി ഈ രാജ്യത്തെ ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് തൊഴിൽ ലഭിച്ചു. This morning I met some sisters from the tribal community. They were Manrega workers. They get 436 rupees a day. ഞാൻ ഇന്ന് രാവിലെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആദിവാസി സമൂഹത്തിൽ നിന്നുള്ള ഏതാനും സഹോദരിമാരെ കണ്ടു. അവർക്ക് ഒരു ദിവസം കിട്ടുന്നത് 436 രൂപയാണ്. So more funds need to be put into Manrega. Better wages need to be given. Dairy workers need to be added to them, to the Manrega workers. തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് നമുക്ക് ധാരാളം കൂടുതൽ സാമ്പത്തിക സഹായം നൽകേണ്ടതുണ്ട്. അവിടെ കൂടുതൽ തൊഴിലുണ്ടാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ നാട്ടിലെ ക്ഷീര കർഷകരെ നമുക്ക് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമാക്കേണ്ടതുണ്ട്. And while you have good education centers up to a certain level, the tribal areas really lack higher education centers and institutions. നിങ്ങൾക്ക് ഒരു പരിധിവരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും ആദിവാസി മേഖലകളിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് സൗകര്യമുള്ള സ്ഥാപനങ്ങൾ ഇന്നും കുറവാണ്. I was very happy to visit the WMO and to see what great work is being done and to see so many bright young people with such a bright future ahead. ഞാൻ WMO കോളേജിൽ പോയി അവിടുത്തെ കുട്ടികളെ സന്ദർശിക്കാൻ, വളരെ ശോഭനമായ ഭാവിയുള്ള ചെറുപ്പക്കാരികളെ അവിടെ കാണാൻ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി. But we need more institutions still. പക്ഷേ നമുക്ക് ഇനിയും കൂടുതൽ ഇതുപോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ആവശ്യമുണ്ട്. My brother worked hard. He provided buses for ambulances and schools in tribal areas and mobile health vans to do the primary health care at least. He also inaugurated some smart Anganwadis to help the people in the tribal areas. എന്റെ സഹോദരൻ ആദിവാസി മേഖലകളിൽ ബസ്സുകളും വാഹനങ്ങളും ആംബുലൻസുകളും സ്കൂൾ ബസ്സും നൽകുന്നതിന് വേണ്ടി അദ്ദേഹം വളരെയധികം കഠിനമായി പരിശ്രമിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം ഇവിടെ ചില സ്മാർട്ട് അംഗനവാടികളും ആരംഭിച്ചു. And Wayanad is so beautiful that if the infrastructure is properly developed, then it has so much more potential for tourism. വയനാട് വളരെ മനോഹരമായ ഒരു നാടാണ്. ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും നമ്മൾ വികസിപ്പിച്ചാൽ ടൂറിസത്തിന്റെ, വിനോദസഞ്ചാരത്തിന്റെ അനന്തമായ സാധ്യതകളാണ് വയനാട്ടിലുള്ളത്. The Karapura Dam can be developed as a place for tourism, and the canal road that connects 3 panchayats around it needs to be developed as well. അതുപോലെ വിനോദസഞ്ചാരത്തിന് വേണ്ടി കരപ്പുഴ ഡാം നമുക്ക് വികസിപ്പിക്കണം. അതിന് ചുറ്റുമുള്ള കനാലുകൾ അതുകൂടി നമുക്ക് വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. There is so much talent here. Young people who are sports people playing soccer, volleyball, archery, all this can be developed with the right kind of thinking. വയനാട്ടിൽ ഒരുപാട് കഴിവുണ്ട്. നിങ്ങളുടെ ഇവിടുത്തെ ചെറുപ്പക്കാരായ കുട്ടികളെ ഫുട്ബോൾ കളിക്കുന്ന, വോളിബോൾ കളിക്കുന്ന, അമ്പെയ്ത്ത് പരിശീലിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. നല്ല രീതിയിൽ ചിന്തിച്ചാൽ, ആസൂത്രണം ചെയ്താൽ അവരുടെയൊക്കെ കഴിവ് നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും. But sisters and brothers, I want you to think about why, with so much potential, so much energy, so many natural resources, you are still in a position where you have to beg for a medical college, where you have to beg for your roads to be built, where it's difficult to get drinking water from somewhere. എന്റെ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് ചിന്തിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഇവിടെ ഇത്രയും കഴിവുണ്ട്, ഇവിടെ ഇത്രയും സാധ്യതകളുണ്ട്, ഇവിടെ ഇത്രയും പ്രകൃതി വിഭവങ്ങളുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് വയനാട്ടുകാരായ നിങ്ങൾക്ക് ഇന്നും ഒരു മെഡിക്കൽ കോളേജിന് വേണ്ടി, ഒരു മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി, മെച്ചപ്പെട്ട റോഡുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഇന്നും എന്തുകൊണ്ടാണ് യാചിക്കേണ്ടി വരുന്നത്? Because if there are governments
that actually make policies for the people, then this should not be your situation. പക്ഷേ യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുന്ന ഗവൺമെന്റുകളാണ് അധികാരത്തിലിരിക്കെങ്കിൽ ഇങ്ങനെ യാചിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവില്ല. In the last 10 years of Modi ji's rule and the BJP's rule over this country, all we have seen is division, the spread of anger, the spread of fear. നമ്മൾ കഴിഞ്ഞ 10 വർഷങ്ങൾ മോദി ഗവൺമെന്റിന്റെ BJPയുടെ ഭരണത്തിൽ കണ്ടിട്ടുള്ളത് ജനങ്ങൾക്കിടയിൽ വിഭാഗീയതയും ദ്വേഷവും വെറുപ്പും കോപവും വളർത്തുന്നത് മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. We have seen policy after policy after policy benefiting only a handful of big business people. ഒരു പിടി അതിസമ്പന്നരായ വ്യവസായികളെ അവർക്ക് മാത്രം ഗുണമുണ്ടാകുന്ന നയങ്ങളാണ് നമ്മൾ ഒന്നൊന്നായി ഈ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. Government institutions have been weakened. നമ്മുടെ ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. Tribal lands have been snatched and given to them. നമ്മുടെ ആദിവാസികളുടെ ഭൂമി അവരിൽ നിന്ന് എടുത്ത് ഈ വ്യവസായികൾക്ക് നൽകുകയാണ്. The rights of citizens have been oppressed. ഈ രാജ്യത്തെ പൗരരുടെ അവകാശങ്ങൾ അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. Ports, airports, PSUs, subsidiaries of PSUs, everything is being slowly handed over to these same businesses. നമ്മുടെ രാജ്യത്തെ തുറമുഖങ്ങൾ, നമ്മുടെ രാജ്യത്തെ വിമാനത്താവളങ്ങൾ, നമ്മുടെ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അനുബന്ധ സ്ഥാപനങ്ങൾ ഇവയെല്ലാം പതിയെ പ്രധാനമന്ത്രിയുടെ അതിസമ്പന്നരായ വ്യവസായ സുഹൃത്തുക്കൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. And as soon as elections come near, the distraction begins. അതുമാത്രമല്ല, തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്ന സമയം തന്നെ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുക എന്നതും ഇവിടെ ആരംഭിക്കും. Instead of answering to the public, why is there the highest unemployment in India today? Instead of answering that question, instead of answering why is there so much price rise that it's become difficult for my sisters to go ahead from day to day? ഇവിടെ ജനങ്ങളോട് ഉത്തരം പറയുന്നതിനപ്പുറം എന്തുകൊണ്ടാണ് ഈ രാജ്യത്ത് ഇത്രയും വലിയ തൊഴിലില്ലായ്മ നിരക്കുള്ളത്, എന്റെ സഹോദരിമാരോട് എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും വിലക്കയറ്റം ഉണ്ടാകുന്നത് എന്നതിനൊക്കെ മറുപടി പറയുന്നതിന് പകരം നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുകയാണ്. Instead of discussing why so many young people who are well educated see no future for themselves because there are no jobs available. ഇവിടെ ഈ രാജ്യത്ത് ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. നല്ല വിദ്യാഭ്യാസം കിട്ടിയ ചെറുപ്പക്കാർക്ക് എന്തുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു ഭാവി കാണാൻ പറ്റുന്നില്ല എന്ന് ചർച്ച ചെയ്യുന്നതിന് പകരം, instead of addressing the problems of small businesses, shopkeepers, the kind of GST taxes they have to give, ഇപ്പൊ ചെറുകിട വ്യവസായികളുടെ, ചെറുകിട കച്ചവടക്കാരുടെ ഒക്കെ പ്രശ്നങ്ങൾ, അവർക്ക് കൊടുക്കേണ്ടി വരുന്ന GST, ചരക്ക് സേവന നികുതി, ഇതിനെ പറ്റിയുള്ള പ്രശ്നങ്ങൾ, അതിനുത്തരം പറയുന്നതിന് പകരം, as soon as elections are coming, the entire discussion in the media, the entire discussion amongst the BJP politicians is a discussion that spreads fear and spreads hatred amongst people. ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നതിന് പകരം ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാധ്യമങ്ങൾക്കിടയിൽ, അതുപോലെ തന്നെ BJPയുടെ രാഷ്ട്രീയക്കാരുടെ ഇടയിലുള്ള ചർച്ച മുഴുവൻ ഈ രാജ്യത്തെ എങ്ങനെ ഭയം പരത്താം, ഈ രാജ്യത്തെ എങ്ങനെ വിദ്വേഷം പരത്താം എന്നതിനെ കുറിച്ച് മാത്രമാണ് അവരുടെ ചർച്ച. And remember what I am saying to you, sisters and brothers. The only people who benefit from your division are the people who are in power today. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളൊന്ന് ഓർക്കുക, നിങ്ങളുടെ ഇടയിൽ വിഭജനം സൃഷ്ടിച്ച് നിങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിൽ നിന്ന് ഗുണമുണ്ടാവുന്നത് അധികാരത്തിൽ ഇന്നിരിക്കുന്നവർക്ക് മാത്രമാണ് എന്നുള്ളത് നിങ്ങൾ മറക്കാതിരിക്കുക. And the only reason they divide you, they put fear into your hearts, they put anger into your hearts, they put hatred into your hearts, is so that they can stay in power no matter what. എന്ത് സംഭവിച്ചാലും അധികാരത്തിൽ ഇരിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളുടെ മനസ്സുകളിൽ വിദ്വേഷം നിറയ്ക്കുന്നത്, നിങ്ങളുടെ മനസ്സുകളിൽ ഭിന്നത നിറയ്ക്കുന്നത്, നിങ്ങളുടെ മനസ്സുകളിൽ ഭയം നിറയ്ക്കുന്നത് അവർക്ക് എന്ത് വിധേനയും അധികാരത്തിൽ ഇരിക്കാൻ വേണ്ടി മാത്രമാണെന്ന് നിങ്ങൾ ഓർക്കുക. Everything is seen from those eyes. അധികാരത്തിന്റെ ആ കണ്ണുകളിൽ കൂടി മാത്രമാണ് അവരെല്ലാറ്റിനെയും കാണുന്നത്. Even terrible natural disasters like the one that happened here in Wayanad a few months ago. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വയനാട്ടിൽ നടന്ന ഇത്രയും ദുരന്തം നിറഞ്ഞ ഒരു പ്രകൃതി ദുരന്തത്തെ പോലും അവർ ആ കണ്ണുകളിൽ കൂടെയാണ് കാണുന്നത്. Where hundreds of people were swept away. നൂറുകണക്കിന് ആളുകൾ ആ ദുരന്തത്തിൽ ഒലിച്ചുപോയി. Children were left without entire families. മുഴുവൻ കുടുംബങ്ങളും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ അവിടെ ഒറ്റപ്പെട്ടു പോയി. Old ladies with nobody left to look after them. വയസ്സായ സ്ത്രീകളെ, അവരെ നോക്കാൻ ആരുമില്ലാതെ വയസ്സായ സ്ത്രീകൾ ഒറ്റയ്ക്കായി പോയി. Young boys and girls who had lost their sisters, brothers, mother, father, everybody.
സഹോദരിമാരെ, സഹോദരന്മാരെ, അച്ഛന്മാരെ, അമ്മമാരെ നഷ്ടപ്പെട്ട ചെറുപ്പക്കാരായ ചെറിയ ആൺകുട്ടികളും പെൺകുട്ടികളും. The Prime Minister came, he visited Wayanad. പ്രധാനമന്ത്രി ഇവിടെ വന്നു, അദ്ദേഹം വയനാട് സന്ദർശിച്ചു. He saw their pain with his own eyes. സ്വന്തം കണ്ണുകൾ കൊണ്ട് ആ മനുഷ്യരുടെ വേദന അദ്ദേഹം കണ്ടു. But he still has not sent the funds for their പക്ഷേ compensation. ഇന്ന് വരെ നിങ്ങൾക്ക് വേണ്ട നഷ്ടപരിഹാരത്തിന് വേണ്ട സാമ്പത്തിക സഹായം അദ്ദേഹം നൽകിയിട്ടില്ല. Because for him and his party everything is politics. കാരണം അദ്ദേഹത്തിനും നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും എല്ലാം എന്ന് പറയുന്നത് രാഷ്ട്രീയം മാത്രമാണ്. And everything is about power. എല്ലാം അവർക്ക് അധികാരത്തിന് വേണ്ടിയുള്ളത് മാത്രമാണ്. So sisters and brothers, you need to understand that the correct politics, the politics that you should be standing for, is a politics that first respects you above everything else. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ രാജ്യത്തെ ശരിയായ യഥാർത്ഥ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളെ എല്ലാത്തിനും ഉപരിയായി ബഹുമാനിക്കുന്ന രാഷ്ട്രീയമാണ് യഥാർത്ഥ രാഷ്ട്രീയം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. Healthcare is your right. ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ അവകാശമാണ്. Having good educational institutions is your right. മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാവേണ്ടത് നിങ്ങളുടെ അവകാശമാണ്. Access to drinking water is your right. കുടിവെള്ളം നിങ്ങൾക്ക് ലഭ്യമാകേണ്ടത് നിങ്ങളുടെ അവകാശമാണ്. The development of tourism in your area is your right. നിങ്ങളുടെ പ്രദേശത്തെ വിനോദസഞ്ചാര വികസനം നിങ്ങളുടെ അവകാശമാണ്. Support for farmers, shopkeepers, small businesses, agriculture is your right. കർഷകർക്കും ഇവിടുത്തെ ചെറുകിട കർഷകർക്കും കച്ചവടക്കാർക്കും കിട്ടുന്ന പിന്തുണ നിങ്ങളുടെ അവകാശമാണ്. These are not favors anybody is doing for you. ഇതൊന്നും ആരും നിങ്ങൾക്ക് ചെയ്തു തരേണ്ട ഔദാര്യങ്ങളല്ല. This is the very least any government can do for you. നിങ്ങൾക്ക് വേണ്ടി ഏത് ഗവൺമെന്റും ചെയ്യേണ്ട അടിസ്ഥാന കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. And so if you have to set politics in this country right, you have to make the right choices when you vote. അതുകൊണ്ട് ഈ രാജ്യത്തെ രാഷ്ട്രീയത്തെ നിങ്ങൾക്ക് നന്നാക്കി എടുക്കണമെങ്കിൽ നിങ്ങൾ കൃത്യമായ തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കണം. ശരിയായ തെരഞ്ഞെടുപ്പ് നിങ്ങൾ നടത്തിയിരിക്കണം. Your vote is a great responsibility. നിങ്ങളുടെ വോട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള വലിയൊരു ഉത്തരവാദിത്തമാണ്. It is the greatest power given to you by the Constitution of India. ഇന്ത്യൻ ഭരണഘടന നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഏറ്റവും മഹത്തായ ശക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ വോട്ടാണ്. It is the power that makes you equal to everybody standing on this stage, to the Prime Minister, to all his ministers, to every single person in this country. ഈ രാജ്യത്തെ എല്ലാ മനുഷ്യരോടും, ഈ വേദിയിൽ നിൽക്കുന്ന ആളുകളോടും, ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയോടും, ഈ രാജ്യത്തെ എല്ലാ മന്ത്രിമാരോടും നിങ്ങളെ തുല്യരാക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള വോട്ട് എന്ന് പറയുന്ന ആ അധികാരമാണ്. It is the power to bring about change in your lives, in the country, and to build a better future for your children. നിങ്ങളുടെ വോട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ രാജ്യത്തിലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മെച്ചപ്പെട്ട ഭാവി ഉണ്ടാക്കുന്നതിന് വേണ്ട മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾക്കുള്ള അധികാരമാണ്. So use it wisely. അതുകൊണ്ട് നിങ്ങളുടെ വോട്ട് നിങ്ങൾ ബുദ്ധിപരമായി ഉപയോഗിക്കുക. I know I don't have to lecture you on this, my sisters and brothers of Wayanad, because you have already used it rightly before. കാരണം ഇതിനെ വെച്ച് ഞാൻ നിങ്ങളോട് കൂടുതൽ വിശദമായി പറയേണ്ട ആവശ്യമില്ല എന്റെ വയനാട്ടിലെ സഹോദരി സഹോദരന്മാരെ. കാരണം നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ വോട്ട് വളരെ ബുദ്ധിപരമായിട്ടാണ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. You have stood for those who are fighting for the constitution of this country. വയനാട്ടിലെ ജനങ്ങളായ നിങ്ങൾ ഈ രാജ്യത്തെ ഭരണഘടനയ്ക്ക് വേണ്ടി പോരാടുന്നതാരാണോ അവർക്കൊപ്പം നിലകൊണ്ടിട്ടുള്ളവരാണ് നിങ്ങൾ. You have stood for the values upon which our country was founded. ഈ രാജ്യം ഏത് മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണോ സ്ഥാപിക്കപ്പെട്ടത് ആ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ളവരാണ് നിങ്ങൾ. And I know, I am sure you will do it again and again. എനിക്കറിയാം, എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങൾ അത് തന്നെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. For me, each one of you symbolizes a great responsibility too. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള നിങ്ങൾ ഓരോരുത്തരും പ്രതിനിധാനം ചെയ്യുന്നത് ഒരു വലിയ ഉത്തരവാദിത്വത്തെയാണ്. This love that you give me, the affection you show me, everywhere I have been going, you wait for me, you welcome me into your home, into your family, like a daughter, like a sister, like a mother. നിങ്ങൾ തരുന്ന വലിയ സ്നേഹം, ഞാൻ എവിടെ പോകുമ്പോഴും നിങ്ങൾ ഒരുപാട് സ്നേഹത്തോടുകൂടി ഇഷ്ടത്തോടുകൂടി എന്നെ കാത്തു നിൽക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിലേക്ക് നിങ്ങളുടെ മകളെ പോലെ സഹോദരിയെ പോലെ നിങ്ങൾ എന്നെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. This is the greatest privilege that a human being can aspire for.
ശരിക്കും ഒരു മനുഷ്യന് ആഗ്രഹിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് നിങ്ങൾ എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. To bring a smile on the faces of others and to be loved by others. നിങ്ങൾ എല്ലാവരുടെയും മുഖത്തുള്ള ഒരു പുഞ്ചിരി, നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് സ്നേഹിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ മുഖത്തെ പുഞ്ചിരി കാണുമ്പോൾ അത് മനോഹരമാണ്. So you have already given me much more than I could ask for. എനിക്ക് നിങ്ങളോട് എന്ത് ചോദിക്കാൻ പറ്റും? നിങ്ങളോട് ചോദിക്കാൻ പറ്റുന്നതിൽ ഒരുപാട് കൂടുതൽ ഇപ്പോൾ തന്നെ നിങ്ങൾ എനിക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു. And I want to tell you that I will not disappoint you. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയണം, നിങ്ങളെ ഒരിക്കലും ഞാൻ നിരാശപ്പെടുത്തില്ല എന്ന് എനിക്ക് നിങ്ങളോട് പറയണം. I will fight for your needs. I will fight for your rights. I will put pressure for all the things that are important to you. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഞാൻ പോരാടും. ഇതിനെല്ലാം നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അത് പരിഹരിക്കുന്നതിന് വേണ്ടി സമ്മർദ്ദം ചെലുത്താൻ ഞാൻ കൃത്യമായി പോരാടും. And whenever you see me, you will know that this love you have given me has not been in vain. നിങ്ങൾ എന്നെ എപ്പോൾ കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ എനിക്ക് നൽകുന്ന ഈ സ്നേഹം ഒരിക്കലും വെറുതെ ആവില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. Thank you very much for waiting for me and listening to everything I had to say. I would also like to thank Pankaj ji and all my other colleagues from the UDF who are here on the stage today for being here at this meeting. Thank you. നിങ്ങൾ എനിക്ക് വേണ്ടി കാത്തുനിന്നതിനും എനിക്ക് പറയാനുള്ളതെല്ലാം കേട്ടതിനും നന്ദി. തങ്കൾജി, അതുപോലെയുള്ള UDF-ന്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഈ വേദിയിലുള്ള എല്ലാ നേതാക്കൾക്കും ഞാൻ നന്ദി പറയുന്നു. നന്ദി. പ്രിയപ്പെട്ട തങ്ങൾ നമ്മളോട് ഒരു മിനിറ്റ് സംസാരിക്കും. പ്രിയപ്പെട്ട തങ്ങൾ നമ്മളെ അഭിസംബോധന ചെയ്യാൻ കടന്നു വന്നതാണ്. ആദരണീയനായ തങ്ങളെ സംസാരിക്കാൻ ക്ഷണിക്കുന്നു. ആദരണീയ പ്രിയങ്കാജി, മറ്റു നേതാക്കൾ, ഇവിടെ ഔപചാരികമായി 2 വാക്ക് പറയുന്നത് മാത്രം. ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തിന് വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. വയനാട് മുഴുവനും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി 13-ാം തീയതി അതിരാവിലെ തന്നെ പോളിംഗ് ബൂത്തിലെത്തിക്കൊണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിച്ച് ഇന്ത്യൻ പാർലമെന്റിലേക്ക് നമ്മുടെ പ്രിയങ്കരിയായ സഹോദരിയെ നിങ്ങൾ തെരഞ്ഞെടുത്തയക്കുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട UDF-ന്റെ സമുന്നതരായ നേതാക്കന്മാർ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അഖിലേന്ത്യാ സീനിയർ വൈസ് പ്രസിഡന്റ് അബ്ദുൽ സമദാനി സാഹിബ് MP തുടങ്ങിയ ഒട്ടനവധി നേതാക്കന്മാർ, KPCCയുടെ കരുത്തരായ പ്രസിഡന്റ് കെ സുധാകരൻ അടക്കമുള്ള നേതാക്കന്മാർ ഈ വേദിയിൽ ഉണ്ടെന്ന് അറിയിക്കുന്നു. ഈ പരിപാടിക്ക് നന്ദി പറയുന്നതിന് വിനോദ് തോമസിനെ ക്ഷണിച്ചു. പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പരിപാടി മുട്ടിലാണ് ഇപ്പോൾ അവസാനിച്ചത്. മതസൗഹാർദ്ദം നിലനിർത്താൻ നമുക്ക് ഒരുമിക്കാം. വയനാട്ടുകാരുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് മെഡിക്കൽ കോളേജ് ഇല്ലാത്തതാണ്. വയനാട്ടുകാരുടെ ആദ്യ ആവശ്യം മെഡിക്കൽ കോളേജാണ്. കുറഞ്ഞ ദിവസം കൊണ്ട് അത് നിരവധി പ്രശ്നങ്ങളാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് പ്രിയങ്ക ഗാന്ധി ഉയർത്തിയത്. ഇന്നത്തെ അവസാന പരിപാടി വൈത്രിയിലാണുള്ളത്. ഈ വേദിയിൽ, മുട്ടിലെ വേദിയിൽ KPCC അധ്യക്ഷൻ കെ സുധാകരൻ MP, മുസ്ലിം ലീഗ് നേതാവ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളും പ്രിയങ്കയോടൊപ്പം ഉണ്ടായിരുന്നു. മറ്റു വാർത്തകളിലേക്ക് എത്താം. ഇടത്തരം വയനാട്ടുകാരെ അലട്ടുന്നുണ്ടെന്നും മുട്ടിലിൽ പൊതുയോഗത്തിൽ പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന തൊഴിലുറപ്പ് പദ്ധതി മുഖേന നിരവധി പട്ടിണി പാവങ്ങളുടെ വീട് കഴിഞ്ഞു പോകുന്നുണ്ടെന്നും പ്രിയങ്ക ഗാന്ധി പൊതുയോഗത്തിൽ വ്യക്തമാക്കി. ഇതാ പ്രിയങ്ക ഗാന്ധി, കോൺഗ്രസിന്റെ താരപ്രചാരക ഇതാ കടന്നു വരുന്നു. രാജീവ് ഗാന്ധിക്ക് വേണ്ടി പ്രചരണം